എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. വളരെ സീരിയസ് വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ അഭിനേത്രി ഭാവനയാണ് ഇന്നെന്റെ മത്സരാർത്ഥി. ചില ഹാസ്യ ടോണുള്ള ചില കഥാപാത്രങ്ങൾക്ക് ഭാവന മലയാള സിനിമയിൽ ജീവൻ പകർന്നിട്ടുണ്ട്. ഇപ്പൊ അഭിനയിച്ചുണ്ടെങ്കിൽ ഒരു സിനിമയിലും കുറച്ച് തമാശ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും ഒരു തമാശക്കാരിയുടെ കുപ്പായത്തിലേക്ക് ഭാവന കയറും. എന്റെ ഭാവന തമാശയിലേക്ക് ചിറകുവിരിക്കുന്നു. ഭാവന, യു ആർ മോസ്റ്റ് വെൽക്കം. ഹായ് ഭാവന. താങ്ക് യു. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. എല്ലാം നന്നായി പോകുന്നല്ലോ. പിന്നെ ഇവിടെ നമുക്ക് തമാശകൾ പറഞ്ഞു. താങ്ക് യു. ഹായ് ഭാവന. ഹായ് സർ. ജീവിതമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? വളരെ തിരക്ക് പിടിച്ച അഭിനയമാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഓടിക്കൊണ്ടിരിക്കുക, നിൽക്കാൻ സമയമില്ല. അങ്ങനെയില്ല, എങ്കിലും 2 മൂവി മലയാളത്തിൽ ചെയ്യുന്നു, ഒരു ഫിലിം കന്നഡയിൽ ചെയ്യുന്നു. ഇവിടുത്തെ സിനിമയുടെ ഒക്കെ സ്വഭാവം ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബാലൻസ് ഉണ്ട്, ഇനി ഒരു ഫൈനൽ സ്കെഡ്യൂൾ ഉണ്ട്. 2 പിന്നെ എല്ലാം ഞങ്ങളുടെ കുളത്തിലാണ് സംഭവിക്കുന്നത്. എറണാകുളം. കന്നഡയോ? കന്നഡ ബെൽഗാം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ബെൽഗാം, കർണാടക. ഇപ്പൊ പൊതുവെ സന്തോഷഭരിതമായ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇഷ്ടം പോലെ കൈ നിറയെ പടങ്ങളുണ്ട്, അത്യാവശ്യം കൈ നിറയെ പൈസ കിട്ടും. അപ്പൊ കൂടുതൽ സന്തോഷം വരും അല്ലേ? ഭാവനയെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഒന്ന് നല്ല ഫുഡ്. ഫുഡിയാണോ? ഭയങ്കര ഫുഡിയാ. ആണോ? എന്നെ പോലെ ശരീരത്തിൽ കാണാനില്ലല്ലോ. കാണാനൊക്കെ ഉണ്ട്. ഞാൻ ജിമ്മൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യുന്ന അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ചിലരൊക്കെ എന്ന് വെച്ചാൽ ഈ ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി കുടല് കണ്ടിച്ചു കളയുന്ന കാലമാ. അപ്പൊ അപ്പോഴാണ് ഭാവന ഇങ്ങനെ പറയുന്നത്. എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കാൻ, പിന്നെ ഫാമിലി, ഇതൊക്കെയാണ് സന്തോഷം തരുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, അതാണല്ലേ. ഭാവനയ്ക്ക് ഒരു വിഷമം എപ്പോഴും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഗേൾസ് സ്കൂളിൽ പഠിച്ച കാരണം അന്നൊന്നും പ്രണയിക്കാനും പറ്റിയില്ല അല്ലേ? ആകെ ഒരു സങ്കടത്തിലാണ് അല്ലേ? അതെന്താ, അത് മനപ്പുറം കൊണ്ട് ചേർത്താണോ അച്ഛൻ? അല്ല, ഞാൻ തൃശ്ശൂരാണ് പഠിച്ചത്. തൃശ്ശൂരാണ് പഠിച്ചത്. ഞാൻ കുറച്ചു കാലം ചിന്മയ സ്കൂളിലും പിന്നെ ഹോളി ഫാമിലിയിലും പഠിച്ചത്. ഗേൾസ് ഓൺലി കോൺവെന്റ് ആയതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെന്റ്. അങ്ങനെ കോളേജിലായപ്പോഴും അത് തുടർന്നോ? ഇല്ല, ഞാൻ പിന്നെ 10th കഴിഞ്ഞപ്പോഴത്തേക്ക് മൂവി ചെയ്യാൻ തുടങ്ങി. കോളേജ് ലൈഫ് ഉണ്ടായിട്ടില്ല. ആ സാധ്യതയില്ല. ഇനിയിപ്പോ നമ്മൾക്ക് പക്ഷേ കോളേജ് കുമാരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് കുറെ അഭിനയിച്ചിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അപ്പൊ സ്കൂളിൽ അപ്പൊ ഇങ്ങനെ ഒരു അവസരം, അതല്ല അവിടെ ചിന്മയ മിഷനൊക്കെ വലിയ സ്ട്രിക്റ്റ് ആയ പള്ളിക്കൂടമാണല്ലോ. ചിന്മയും അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ഹോളി ഫാമിലിയും സ്ട്രിക്റ്റ് ഒക്കെ തന്നെയായിരുന്നു. ഭാവന അത്യാവശ്യത്തിൽ കൂടുതൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഇഷ്ടം ഒരു നാഷണൽ ഗ്രന്ഥമായ ബോബനുമോളിയാ വായിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ബോബനുമോളി എന്റെ ഫേവറേറ്റ് തന്നെയായിരുന്നു. ഭയങ്കര. ഇപ്പോഴും ഞാനും ചേട്ടനും അതിലെ ഓരോ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കും. ബോബനുമോളി ഒന്നാമത് ഞാനും ചേട്ടനും ആയതുകൊണ്ട് അവിടെ ഞങ്ങളുടെ വീടിന്റെ അവിടെ എല്ലാവരും ബോബനുമോളി എന്ന് ഞങ്ങളെ വിളിക്കും. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എവിടെ നോക്കിയാലും ഇങ്ങനെ. അപ്പൊ ബോബനുമോളി ഓഫ്കോഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പിന്നെ ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് പിന്നെ ബുക്സ് വായിക്കാൻ, എല്ലാവരും അച്ഛനും ഒക്കെ ബുക്സ് ഒക്കെ വായിക്കണം, അങ്ങനെ ഇങ്ങനെ. എനിക്ക് നല്ല മടിയായിരുന്നു, ഞാൻ ബുക്സ് ഒന്നും വായിക്കായിരുന്നില്ല. പക്ഷെ പിന്നെ എനിക്കൊരു ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ആളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ആൾ എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് തന്നിരുന്നു. അത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ വായിച്ചു. പിന്നെ എനിക്ക് സീരിയസ് ആയിട്ട് എനിക്ക് പുള്ളിക്കാരൻ ഒരു വായനക്കാരനായിരുന്നു. ആള് അത്യാവശ്യം ബുക്സ് ഒക്കെ വായിക്കുന്ന ഒരാളാണ്. എനിക്ക് ബുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അപ്പൊ ആളെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആ ബുക്ക് വായിച്ച. പക്ഷെ ഓണസ്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അത്യാവശ്യം നന്നായിട്ട് ഞാൻ കുറെ ബുക്സ് ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു. മറ്റേ വായന നിർത്തിയോ? അതെനിക്കറിയാം. അല്ലല്ല, അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും ഞാൻ അയാളെ ഇതുവഴി പോയി. അത് പിന്നെ പോയി. നമ്മള് കണക്ക് തെറ്റി. ഇല്ല, അത് പിന്നെ ആയില്ല, വർക്കൗട്ട് ആയില്ല. അല്ല, ആ മനുഷ്യന് ഇപ്പൊ ഇത് വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പൊ പുള്ളി ഇപ്പോഴും ചിലപ്പോ പുസ്തകം വായിച്ച് തള്ളുമായിരിക്കും. ഭാവനയ്ക്ക് ഒറിജിനൽ പേര് കാർത്തിക എന്ന് തന്നെയായിരുന്നു അല്ലേ? കാർത്തിക ബാലചന്ദ്രൻ അല്ലേ? നല്ല പേരായിരുന്നു. എടുത്തു കളയാൻ കാര്യം അത് ബേസിക്കലി നമ്മൾ മൂവി ചെയ്യാൻ തുടങ്ങിയപ്പോ ഇങ്ങനെ ഭാവന എന്നുള്ള പേരല്ല, ഒരു പേര് പുതിയ. ബിക്കോസ് ഒരുപാട് കാർത്തിക ഉള്ളത് കൊണ്ട് മീഡിയ സിനിമ നിറച്ച് കാർത്തിക കുറെ കാർത്തിക ഉണ്ട്. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഏത് കാർത്തികയാന്ന് മീഡിയ ആൾക്കാർ ചോദിക്കും. പേര് മാറ്റുന്നതിൽ എന്താണ് അഭിപ്രായം? ഞാൻ ഓക്കെ, കമൽ സാറ് തന്നെ നമ്മൾ ചെയ്യുമ്പോ നീ തന്നെ നിനക്ക് ഇഷ്ടമുള്ള 2-3 പേര് എഴുതിക്കൊണ്ട് വാ, ഞങ്ങൾ എല്ലാവരും നോക്കട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാറ്. അങ്ങനെ ഞാൻ 2-3 പേര് എഴുതിക്കൊണ്ടുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ, ഭാവന എങ്ങനെയുണ്ടോ നോക്കട്ടെ. അതിൽ ഗായത്രി ഉണ്ടായിരുന്നു. ഗായത്രി, പിന്നെ മൃദുല പേരുണ്ടായിരുന്നു. മൃദുല, ഇതിലെല്ലാം പേരിൽ കുറെ ഫേമസ് ആൾക്കാരുണ്ട്. അതെ, കുറെ. പിന്നെ അന്ന് 15 വയസ്സിൽ കുറച്ച് പേരാലോചിക്കാൻ പറഞ്ഞാൽ ഇതൊക്കെ തന്നെ. ഇന്നാണെങ്കിൽ ഞാൻ കുറെ കൂടി വെറൈറ്റി. അതെ, അന്ന് പിന്നെ എന്തൊക്കെയോ മറ്റേ
കല്യാണിന്നോ അങ്ങനെ എന്തൊക്കെയോ. 15 വയസ്സായപ്പോ അങ്ങ് സിനിമയിലോട്ട് അങ്ങ് ചേക്കേറി. കമൽ സാറിന്റെ അടുത്ത് പോയിട്ട് കുറേ കലവല 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 എന്ന് പറഞ്ഞ് പരിമളത്തെ ഒപ്പിച്ചു അല്ലേ? എങ്ങനെയായിരുന്നു ആ മീറ്റിംഗ്? അതിന്റെ റൈറ്റർ കലവൂർ രവിചേട്ടനാണ് അച്ഛനെ വിളിച്ചത്. അച്ഛനെ അറിയാമായിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു പുതുമുഖങ്ങളുടെ സിനിമ ചെയ്യാണ്. 2 പുതിയ ഹീറോസും 2 പുതിയ ഹീറോയിൻസും ആണ്. എന്തായാലും മോള് ബാലേട്ടനോ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കൊണ്ടുവരണം, മോളെ കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ തന്നെയായിരുന്നു അവർ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത്. ഞങ്ങൾ പോയപ്പോഴത്തേക്കും കമൽ സാറിനോട് ഓൾറെഡി ജിഷ്ണു ചേട്ടനും സിദ്ധു ചേട്ടനും അവർ ഫിക്സ് ആയി. അവർക്ക് കഥകൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് കമൽ സാർ, ഓരോ ഇൻസിഡൻസും ഒക്കെ. ഞാൻ എന്നുള്ള രീതിയിൽ പോകുന്നു. എനിക്ക് അത് അത്രയ്ക്കുള്ള സീരിയസ്നെസ് ഒന്നും. ഓഫ് കോഴ്സ് യെസ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ എനിക്ക് സിനിമ സ്കൂളിലൊക്കെ പള്ളിക്കൂടത്തിന്റെ വരാന്തയിലൊക്കെ തന്നെ ഭാവന ഒരു വലിയ നടിയാവുന്നൊരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു പറയുന്നു. അത് ഞാൻ ഫുൾ ഈ എക്സ്ട്രാ കാരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര ഇത് ആക്റ്റീവായിരുന്നു. ഡാൻസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിനും ഞാൻ റെഡി ആയിരുന്നു. ലൈക്ക് ഇതെന്നാ ഇത് ചെയ്യോ, നീ ചെയ്യും, ഓക്കെ ഞാൻ ചെയ്യാം അങ്ങനെ. അപ്പോൾ പൊതുവെ ടീച്ചേഴ്സിൻ്റെ ഉള്ളൂ അപ്പം നീ സിനിമ, പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു സിനിമ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇവർ പറയുമായിരുന്നു ഇപ്പോൾ എന്തായാലും സിനിമ നടിയാവും അങ്ങനെ ഇങ്ങനെ. എൻ്റെ 10th ഓട്ടോഗ്രാഫിൽ ആക്ച്വലി എൻ്റെ കുറേ അന്ന് എൻ്റെ ക്ലാസ്സിലത്തെ കുറേ ക്ലാസ്മേറ്റ്സ് എഴുതിയിട്ടുള്ള കുറേ ഇതുണ്ട്. ഡേറ്റഡ് ടിൽ യു ബിക്കം ആൻ ആക്ട്രസ്, അല്ലെങ്കിൽ ഡേറ്റഡ് ടിൽ യു വെൻ ഐ സി യു ഓൺ ബിഗ് സ്ക്രീൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഓട്ടോഗ്രാഫി ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് ചുമ്മാ തമാശക്ക് എഴുതിയ, പക്ഷെ ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ഒരു അങ്ങനെയൊക്കെ അവിടെ പറയുമായിരുന്നു ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴും അതും ഇതൊക്കെ ആകുമ്പോ. അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ വേഷമായിരുന്നു നമ്മളിൽ കരിവാരിത്തേക്കേണ്ടി വന്നു അല്ലേ? അതെ, അത് കുറച്ച് പണിപ്പെട്ട് കാണൂല. മുഖം അങ്ങനെയാക്കാൻ, ഈ മുഖം അങ്ങനെയാക്കാൻ ഒരു ബ്ലാക്ക് സ്റ്റിക്ക് ഉണ്ട് അവരുടെ കയ്യിൽ. ഞാൻ എൻ്റെ അടുത്ത് കമൽ സാർ പറയുമ്പോ ഇങ്ങനെ ഒരു ചേരിയിലത്തെ ക്യാരക്ടറാണെന്നൊക്കെ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കമൽ സാർ മേക്കപ്പ് മാൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ മണിച്ചേട്ടനായിരുന്നു മേക്കപ്പ് മാൻ. മണിച്ചേട്ടൻ ഇങ്ങനെ ചെയ്ത് വരുമ്പോ ഞാൻ മിറർ കാണുന്നില്ല, എൻ്റെ അച്ഛൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ചിരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ മാറി അപ്പൊ ഞാൻ എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഫുൾ ചെയ്തതിന്റെ മിറർ ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഷോക്കായി. ഇപ്പൊ ഇങ്ങനെ എന്ന് പറഞ്ഞു ഫുൾ ബ്ലാക്ക് ആക്കിയിട്ട് മറ്റേ നല്ല ഡ്രസ്സ് തന്നെ അവര് ജീവിതത്തിൽ തുടങ്ങി. അങ്ങനെ ഫുൾ ഡ്രസ്സിലൊക്കെ പൊടിയാക്കി അങ്ങനെയൊക്കെ കൊണ്ടുവന്നപ്പോ തന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട, ഞാൻ പോവാണ്. കാരണം നമ്മള് അങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വഴിക്ക് വരൂല. കാരണം ഞാന് ഹിന്ദി മൂവീസ് ഒക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് ആലോചിക്കുന്നത്. ഹീറോയിൻസ് വരുമ്പോഴത്തേക്കും സ്ലോ മോഷൻ, കാറ്റ്, മറ്റേ മുടി പറക്കുന്നു, തിരിയുന്നു, ഇതൊക്കെയാണ് മനസ്സിൽ. ഞാനൊന്നും ചെയ്യില്ലത്, എനിക്കൊന്നും പറ്റൂല. ഞാൻ ഫുൾ ഡള്ളായി പോയി. ഞാൻ ഇങ്ങനെ അപ്പോഴത്തേക്കും ഞാൻ ഡിപ്രഷൻ അടിച്ച് ഞാനിങ്ങനെ. പിന്നെ അപ്പൊ കമൽ സാർ എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് ആക്കണം. അപ്പൊ ഞാൻ പിന്നെ മനസ്സിലാവുന്ന പോലും ഇല്ല. അപ്പൊ കമൽ സാർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ നടികൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാനിങ്ങനെ എന്ന് പറഞ്ഞു. അതിലെ രേവതിയൊക്കെ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് നിന്റെ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കൊള്ളാലോ, നല്ലൊരു കമ്പാരിസൺ ആയതുകൊണ്ട് ആ സമയത്ത് അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ചെയ്തു വന്നപ്പോ ഞാൻ ആ പ്രോസസ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും എനിക്ക് എന്റെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. അത് നന്നായി. ഭാവനയ്ക്ക് ഒരുപാട് ആൾക്കാരെ പേടിയാ. അതിലൊന്നാണ് പാമ്പ്. പാമ്പിനെ വല്ലാത്ത അല്ലേ? പാമ്പ് എനിക്ക് ഹരിഹരൻ സാറിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴേ ഒരു പാമ്പുമായിട്ട് ചെറിയൊരു ചങ്ങാത്തായി എന്ന് പറഞ്ഞു. അത് ഹരിഹരൻ സാറിന്റെ മൂവി, 7ാമത്തെ വരവ് മൂവി. ഞാൻ ഇന്ദ്രേട്ടൻ വിനീതേട്ടനൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കാലിക്കറ്റ് കുറച്ച് ഉള്ളിൽ പോയിട്ട് അവിടെ കാട്ടിന്റെ ഒക്കെ അടുത്താണ് അതെ. അപ്പൊ അവിടെ കാട്ടിലൊക്കെ ഫുൾ. അപ്പൊ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ വേറെ സ്ഥലത്തു നിന്നൊക്കെ പാമ്പിനെയൊക്കെ പിടിക്കുമ്പോൾ ഒരു കാട്ടിൽ കൊണ്ടിട്ട് ഇടുന്ന സ്ഥലമാണെന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഒരു വീട്ടില് ഫുൾ പാമ്പ് കഥകളാണ്. വന്ന് കയറിയപ്പോ തൊട്ട് അവിടുത്തെ ആ വീട്ടിലെ ചേച്ചിയൊക്കെ ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോ അവിടെ ഒരു പാമ്പിനെ കാണാം, ഇവിടെ അങ്ങനെ കേട്ട് ഞാൻ മൊത്തത്തിൽ ദൈവം ഇവിടെ മുഴുവൻ പാമ്പാണല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിച്ചപ്പോ ഇവരിങ്ങനത്തെ കമ്പാരിസൺ പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ വെച്ച് മോന്റെ സ്കൂളിൽ ഇടാനുള്ള ബെൽറ്റ് ആണെന്ന്, പിന്നെ അത് ഇളകി താഴെ വീണപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മൊത്തത്തിൽ എനിക്ക് പേടിയായിട്ട് ഞാൻ ഫുൾ കാലൊക്കെ കയറ്റി വെച്ച് ബെഡിൽ ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാഷ്റൂമിൽ പോയപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഡോർ അടച്ചപ്പോ ഡോറിന്റെ ബാക്കിൽ ഒരു പാമ്പ് ഉണ്ടായിരുന്നു. ചെറിയ പാമ്പ് ഡോറിന്റെ അത് കൂടി ഇങ്ങനെ ജസ്റ്റ് കേറുന്നതും ഞാൻ ഡോറ് വലിച്ചു തുറന്ന് ഞാൻ ഓടി പുറത്തേക്ക്. ഞാൻ പറഞ്ഞു ബാത്റൂമിനകത്ത് പാമ്പുണ്ട്, ഞാൻ കണ്ടു. അപ്പൊ അവിടെ എല്ലാവരും പോയി നോക്കി, ഒന്നുമില്ല. പിന്നെ തോന്നിയതായിരിക്കും. ഞാൻ ഇങ്ങനെ തോന്നുന്നത് പറഞ്ഞത് ഈ പാമ്പിന്റെ കഥകൾ കേട്ട് നിനക്ക്. ഞാൻ പിന്നെ എനിക്കത് വെറുതെ പാമ്പിനെ തോന്നാ. ഞാൻ പറഞ്ഞ അല്ല. അപ്പോഴും ആരും വിശ്വസിക്കുന്നില്ല.
അവിടെ ആ പാർട്ടിലത്തെ ചേട്ടന്മാർ പോയി നോക്കി, അമ്മ പോയി നോക്കി. ഇല്ല, നിനക്ക് തോന്നിയതാ. പക്ഷെ എനിക്കിത് കണ്ട കാരണം എനിക്ക് ഇങ്ങനെ പേടി, എനിക്ക് കണ്ണ് നിറയാൻ തുടങ്ങി. ഞാൻ വെച്ചാൽ എന്താ വിശ്വസിക്കാതെ, ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ട അവനെൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ഷോർട്ട് റെഡിയാകുമ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചാടി ബെഡിൻ്റെ മുകളിൽ കയറുന്നത് എനിക്ക് നിലത്ത് വെക്കാൻ പോലും പേടി. അപ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് അടുത്ത് പറഞ്ഞു ബെഡിൻ്റെ അടിയിലൊന്ന് നോക്കോ. എന്നിട്ട് അങ്ങനെ ഓരോ കാലും വെച്ച് ഞാൻ എന്നിട്ട് പോയി ഷോർട്ടിനെത്തിയപ്പോൾ എൻ്റെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ വിനീതൻ്റെ അടുത്ത് പ്രസാദ് എന്താ കല്യാണം കഴിക്കാത്ത എന്ന് ചോദിക്കണം. ഞാൻ നടക്കുന്നത് മുഴുവൻ താഴെ ചവിട്ടിയിട്ട് പ്രസാദ് എന്താ കല്യാണം കഴിക്കാത്തെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹരിഹരൻ സാർ ആദ്യം അവൻ ചോദിച്ചില്ല. അപ്പൊ എൻ്റെ അടുത്ത് വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീതേട്ടനാണെങ്കിൽ അയ്യോ അതെ പാമ്പ് എന്ന് പറയില്ല. പെട്ടെന്ന് ഞാൻ യാതൊരു പേടിക്കുമെന്ന് വെച്ചിട്ട് പറയുമ്പോൾ പേടിക്കരുത്, അവിടെ ഒരു PAMBU എന്ന് പറയും വിനീതേട്ടൻ. അപ്പൊ ഞാൻ PAM ഇറങ്ങി ഓടും. അപ്പൊ വിനീതേട്ടൻ എൻ്റെ കൂടെ നടക്കുന്നു, ഞാൻ താഴെ. അപ്പൊ ഓക്കെ ടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ടേക്ക്. അപ്പൊ വിനീതേട്ടൻ എൻ്റെ അടുത്തോണ്ട് ചവിട്ടി നടന്നാ മതി, ശബ്ദം വൈബ്രേഷൻ വരുമ്പോ പാമ്പ് പൊക്കും. അപ്പൊ വൈബ്രേഷൻ കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ സാരിയും കൂടി എടുത്തിരിക്കുന്നത്. ചവിട്ടി പ്രസാദ് എന്താ കല്യാണം കഴിക്കാതെ. ഹരിഹരൻ സാർ കട്ട് നീ എന്താ കാണിക്കുന്നത്, നീ എന്താ താഴെ നോക്കി ചവിട്ടി നടക്കുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോ പിന്നെ എല്ലാവരും അവിടെ ചിരിക്കാം. പക്ഷെ അപ്പോഴത്തേക്കും അവിടെ നാട്ടിൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ശരി കേട്ടോ, അവിടെ പാമ്പുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടു എന്നുള്ള രീതിയിൽ കൂടി പറഞ്ഞപ്പോൾ ഇങ്ങനെ പാമ്പ് സംഭവങ്ങൾ. അപ്പം ഇന്ദ്രേട്ടനും പറയുന്നു, ഇന്ദ്രേട്ടൻ ഒരു വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു ഷോട്ട് പെട്ടെന്ന് ഇങ്ങനെ പ്ലക്കുന്നുണ്ട്, എന്തോ ഒരു വെയിറ്റുള്ള സാധനം വെള്ളത്തിൽ വീണ പോലത്തെ സൗണ്ട്. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ നല്ല പാമ്പ് താഴേക്ക് വെള്ളത്തിലേക്ക് വീണതാ. ഏതെങ്കിലും സിനിമയിൽ പാമ്പുമായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പണ്ട് ഭാവന ഈ ചെറുപ്പകാലത്ത് ഒരു കൂടി ഒരു പൂവാലിനെ ഡീൽ ചെയ്യാനായിട്ട് എന്തോ ഒരു സംഭവം വാങ്ങിക്കാൻ ഏൽപ്പിച്ചല്ലോ. എന്തായിരുന്നു അത്? ബോൺ ആൻഡ് ബോട്ടപ്പ് തൃശ്ശൂരാണോ ആ പൂവാലൻ? അതെ, തൊട്ടറിയാൻ പറ്റൂ. അപ്പൊ നമ്മള് ട്യൂഷൻ ക്ലാസ്സിൽ പോവും. ATC എന്ന് പറഞ്ഞ ട്യൂഷൻ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ട്യൂഷൻ സെന്റർ, അവിടെ അർഷഫ് സാറിന്റെ ട്യൂഷൻ സെന്റർ. അപ്പൊ അവിടെ പോകുമ്പോ ഇങ്ങനെ ഒരാള്, ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, വന്നിട്ടിങ്ങനെ പറഞ്ഞു എനിക്കൊരു ഗിഫ്റ്റ് തരണം, എന്താ ഗിഫ്റ്റ് വേണ്ടത് എന്നുള്ള പോലെയൊക്കെ. അപ്പൊ നമ്മള് മറ്റേ ഗിഫ്റ്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമൊക്കെ. പിന്നെ അതേ ഗിഫ്റ്റ് അവസാനം എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയണ ആളൊക്കെയാണ്. പറഞ്ഞു നീ എന്തെങ്കിലും പറ, അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനൊരു ദിവസം പറഞ്ഞു എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തന്നാൽ മതി, അത് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ആണ്, അത് ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല, ട്വിസ്റ്റിംഗ് ഗസ്റ്റ് എന്നാണ് പേര്. ഞാനൊരു പേരുണ്ടാക്കി പറഞ്ഞു. അങ്ങനെ സാധനമില്ല. അപ്പൊ ട്വിസ്റ്റിംഗ് ഗസ്റ്റ് എന്നാണ് പേര്. ഈ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഇമ്പോർട്ടഡ് ആണ് എന്നൊക്കെ ഞാൻ അങ്ങ് തള്ളി മറിച്ച്. അപ്പൊ അങ്ങേര് പറഞ്ഞു കൊണ്ടുവന്നിരിക്കും. പാവം എവിടെയൊക്കെ പോയി അന്വേഷിച്ചു അറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ. അന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് ഇങ്ങനെ ഈ പല ഇന്റർവ്യൂ അതൊക്കെ ആയിട്ട് വന്നിട്ടാണ് ഇത് പുറത്ത്. ഇപ്പൊ ഡെഫിനറ്റ്ലി അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാൻ മുന്നിൽ പെടാതെ നടക്കുന്നു. ഭാവന വണ്ടി ഓടിക്കുമല്ലോ. ഏതൊരു പടത്തിന് വേണ്ടി മാത്രം വണ്ടി ഓടിച്ച് പഠിച്ചു എന്നും തദ്വാര സാധാരണ റോഡിൽ ഇറങ്ങുമ്പോൾ അനൗൺസ്മെന്റ് വരുമെന്നും ജീവനിൽ കൊതിയുള്ളവരല്ല കുണ്ടിലും കുടുക്കിലും ഒളിച്ചു കൊള്ളണം, ഞാൻ ഭാവന റോഡിൽ ഇറങ്ങുന്നു. അല്ല, എനിക്ക് ട്രാഫിക് കുറച്ച് പേടിയാ. ഞാൻ വണ്ടിയിൽ പോവുകയാണെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ തന്നെ അയ്യോ ഇത്ര ഉറക്കെ പോലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കുറച്ച് സ്പീഡിൽ പോകുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. ഞാൻ പക്ഷെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയതും ഒരു കോമഡി കഥയാണ്. കാരണം ഞാൻ പഠിക്കാൻ പോയപ്പോൾ ആ സമയത്ത് 5 മണിക്കൊക്കെയാണ് ഡ്രൈവിംഗ് മാസ്റ്റർ വരിക. കാരണം ആ സമയത്ത് അധികം തിരക്കില്ലല്ലോ. 5 മണിക്ക് പോവുക, ഒരു 6 മണി വരെ കഴിഞ്ഞ് വരിക. അത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബിക്കോസ് രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോവുക എന്നുള്ള, എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരുന്നത്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പഠിപ്പിച്ചു തരുന്ന ഈ മാഷിന്റെ അടുത്തും ബ്രേക്കും ആക്സിലറേറ്ററും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി. കാരണം അവിടെ ഞാൻ നോക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ വലിയ എന്തോ ഭയങ്കര റോക്കറ്റ് സയൻസ് പഠിക്കുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ബസ് അവിടെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിൽക്കുകയാണെങ്കിൽ മാസ്റ്റർ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടി പോയിട്ട് ബ്രേക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ പറയും ഞാൻ. പക്ഷെ അത് ബ്രേക്ക് ആവും, ബ്രേക്ക് ആയല്ലോ. പിന്നെ അപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓഹോ ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ഞാൻ സ്റ്റിയറിംഗ് മാത്രം. പിന്നെ എനിക്ക് ആർക്കോ വേണ്ടി പഠിക്കുന്ന പോലെയാ, കുറച്ചുകൂടി ആക്സിലറേറ്റ് കൂട്ടിക്കോളും ഞാൻ. മാഷിനില്ലേ കൂട്ടിക്കോ, ഇങ്ങനെയായിരുന്നു. സ്റ്റോപ്പ് ചെയ്തോ, ഇങ്ങനെയായിരുന്നു. അവസാനം മാഷ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു
ഈ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ പഠിക്കാൻ, വെറുതെ വരുന്ന പറഞ്ഞിട്ട് അങ്ങനെ അത് ഞാൻ നിർത്തി. അങ്ങനെ ഒരു ഭയങ്കര ഒരു ട്രൈ ചെയ്യൂ മൂവിക്കൊക്കെ വേണ്ടി ചെറുതായിട്ട് ഇങ്ങനെ ഹെവി ഉരുട്ടും, അല്ലേ? ചെറുതായിട്ട് ഓടിക്കുന്നല്ലാതെ അങ്ങനെ ഹെവി ട്രാഫിക്കിലൊന്നും എനിക്ക് പേടിയാ, ടെൻഷനാണ്. ഭാവനയുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവമായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. ക്രിക്കറ്റിനെ കുറിച്ച് ABC അറിയാതെ ഒരാള് അല്ലേ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയി അല്ലേ? അത് കുറെ കോമഡി ആയല്ലോ. പ്രിയൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ എന്തോ അങ്ങനെ തീരുമാനമെടുത്തത്? നമുക്കൊന്നും അറിയാത്തൊരു പണിക്ക് ഞാൻ പറഞ്ഞു അത് ആ സമയത്ത് നമ്മൾ മൂവി ചെയ്തോണ്ടിരിക്കുക. പ്രിയൻ സാറിന്റെ മൂവി ചെയ്യുന്നുണ്ട് ഞാൻ ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ CCL ഇങ്ങനെ ഒരു ക്രിക്കറ്റ് അതിന്റെയൊക്കെ ആ സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സ്പോർട്സ് ഇഷ്ടമേ അല്ല, ഞാൻ സ്പോർട്സ് കാണാറില്ല, അതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല. അത് കുഴപ്പമില്ല, അതൊക്കെ ഇൻട്രസ്റ്റ് ആയിക്കോളും, നീ ഇതായാൽ മതി എന്ന് അങ്ങനെ ലിസ്റ്റ് ചേച്ചി വന്നു, പ്രിയൻ സാർ വന്നു, പിന്നെ ഒരു കമ്പനിയായി. അങ്ങനെ ഫസ്റ്റ് ഇത് കാണണം, മാച്ച് കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പൊ ആദ്യമൊക്കെ മാച്ച് കാണാം, ക്രിക്കറ്റൊക്കെ ഇരുന്ന് കാണാന്നല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി ഫസ്റ്റ്. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ പോകുമ്പോഴത്തേക്കും കേരള സ്ട്രൈക്കേഴ്സും എനിക്ക് തോന്നുന്നു ചെന്നൈ ആണെന്ന് തോന്നുന്നു കളിക്കുക. അപ്പൊ നോക്കുമ്പോ നമ്മുടെ ടീം ബാറ്റ് ചെയ്യാം, അവര് ഫീൽഡ്. അപ്പൊ ഞാൻ ഉടനെ ഭയങ്കരമായ ഒരു വീക്ഷണത്തിന് ശേഷം അല്ല നമ്മുടെ ടീമിൽ നിന്ന് എന്താണ് 2 പേര് കളിക്കുന്നത്, അവരിന്ന് എല്ലാരും കളിക്കുന്നുണ്ടല്ലോ, ബാക്കി എല്ലാവരും എഴുതിട്ട് ദയവ് ചെയ്ത് നീ വായ തുറക്കരുത്, വെറുതെ ഇരുന്ന് തന്നാ മതി പ്ലീസ്. അത് പക്ഷെ അത് പിന്നെ മണിക്കുട്ടനൊക്കെ ഒരുവിധം എല്ലായിടത്തും പറഞ്ഞ് നാറ്റിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ കളിവീരന്മാരെ വല്ലതും പരിചയപ്പെട്ടോ ക്രിക്കറ്റില്? അങ്ങനെ ഇല്ല, അവിടെ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ തന്നെയായിരുന്നു, നമ്മുടെ കന്നഡ, തെലുഗു അവരിവര്. പക്ഷെ പിന്നെ ഞാനൊരു വാശിക്ക് ഞാൻ കണ്ട് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഒരു അത്യാവശ്യം എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ക്രിക്കറ്റ് ആണെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ഒരു ഓവറൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണ്. ഇത്രയും ബോൾസിന് ഇത്രയും റൺസ് വേണം, അത് ആ ഒരു ഏരിയ മാത്രം കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. തുടക്കം തൊട്ട് കാണാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല. എനിക്ക് ഭാവനയുടെ ഓർമ്മകളിൽ മഴ പെയ്യിക്കാനുള്ള ഒരു വീഡിയോ നമ്മുടെ ഉണ്ട്. ശരിക്കും ക്രിക്കറ്റ് കളി അറിയാം? ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ക്രിക്കറ്റ്. ശരി, ഞാൻ അമ്പയറിന്റെ കുറെ ആക്ഷൻസ് കാണിക്കും, ഭാവന പറയും. ഭാവനയുടെ ഭാവനയിൽ പറയുക. റെഡി? എന്താണ് ഇതെന്ത് ആക്ഷനാണ്? 4. ഇതോ? ഇന്ന് മാച്ചില്ല. അമ്മേ, ഈ കാണിച്ച ഡെഡ് ബോൾ ആയിരുന്നു. എന്റെ ഭാവനയില് കറക്റ്റ് ആണ്. അടുത്ത ഇതോ? 6. ഇതോ? ഔട്ട്. അപ്പൊ ഇതോ? ചിലപ്പോ അമ്പയറിന് തല ചുറ്റുന്നതായിരിക്കും. അമ്പയറിന് തല ചുറ്റുന്നതാ? എന്റെ ദൈവം, എന്റെ ഭാവന നീ സൂപ്പറായി അല്ലേ? എനിക്കൊന്ന് ഭാവന ഈ ലൈറ്റ് ടച്ച് ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ മനസ്സുകൊണ്ട് ഇത് ഇഷ്ടമാണോ കോമഡി പടത്തിലൊക്കെ അഭിനയിക്കാൻ? പെൺകുട്ടികൾ കോമഡി ചെയ്യുന്ന ആൾക്കാർ കുറവല്ലേ? എനിക്ക് അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് കോമഡി ടിഞ്ചിൽ കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം. എനിക്ക് ഇഷ്ടമാണ്. ചോട്ടാ മുംബൈയിലും ഹാപ്പി ഹസ്ബൻഡ്സിലും പിന്നെ ആംഗ്രി ബേബീസ് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടനിലൊക്കെ ഒരു ടിഞ്ച് ഓഫ് കോമഡി ഉണ്ട്. എനിക്ക് അതൊക്കെ വളരെ ഇഷ്ടത്തോടെ ചെയ്തല്ലേ? പിന്നെ ആൾക്കാരെ വളിപ്പിക്കുവോ കോമഡി ഒക്കെ പറഞ്ഞ്? അത് ഉറപ്പ് പറയാൻ പറ്റും, എന്ത് സംഭവിക്കല്ലേ? അപ്പൊ എന്തോ കുട്ടേട്ട എന്തോ ചോദിക്കുന്നുണ്ട് ഭാവനയോട്. എന്താ കുട്ടേട്ടാ? നമസ്കാരം ഭാവന. നമസ്കാരം. കുട്ടേട്ടനെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ട് 730 ദിവസങ്ങളായി. 2002 സെപ്റ്റംബർ 12 തീയതിയാണ് നമ്മൾ കണ്ടത്. ഓണത്തിന്റെ അന്നായിരുന്നു. അതിനുശേഷം 2022 തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം? 2022 ഒരു ഓണക്കാലത്ത് ഭാവനയ്ക്ക് ഓർമ്മയുണ്ട്. ഭാവന കുട്ടിക്കാലത്ത് ഒരു ബബിൾക്കം വിഴുങ്ങി പോയിട്ട് ഒരു വലിയ പ്രശ്നമുണ്ടായി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്തായിരുന്നു അത്? അത് എനിക്ക് തോന്നുന്നു ഞാനൊരു 4th ആയിരിക്കാം. ആ സമയത്ത് ഈ ചൂയിങ്കം എന്നുള്ളതിനേക്കാൾ ബബിൾ ഗം ഉണ്ടായിരുന്നല്ലോ. ബബിള് വലുതായിട്ട് ബബിള് വന്നിട്ടുള്ള ബബിൾ ഗം, അത് കുറച്ചും കൂടി സ്റ്റിക്ക് ചെയ്യാം. അപ്പൊ ആ സമയത്ത് എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരില്ല. പൊതുവെ അവിടെ അയ്യോ ബബിൾക്കം കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോവും, അകത്ത് ഒട്ടിപ്പിടിക്കും എന്നുള്ള സംഭവം ഭയങ്കരമായിട്ട്. അപ്പൊ ആ സമയത്ത് ഈ ബൂമർ ബിഗ് ബബുളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തരില്ല. അപ്പൊ എങ്ങനെയോ ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ എനിക്ക് എവിടെന്നോ ഒരാൾ തന്നു. എന്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ ആരെങ്കിലും ആയിരിക്കും, അതിന്റെ എന്തോ എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാ കിട്ടിയത്. ഞാനത് കിട്ടിയ ഉടനെ വേഗം വയലിട്ടിട്ട് എനിക്ക് ഈ ബബിൾ ഉണ്ടാക്കണം. പക്ഷെ ഞാൻ ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബെല്ലടിച്ചു. അപ്പൊ ക്ലാസ് കയറണം. അപ്പൊ എന്റെ കൂടെയുള്ള ആൾ തുപ്പിക്കളഞ്ഞു. ഞാൻ തുപ്പിക്കളയില്ല, ഞാൻ ഒളിപ്പിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ കയറിയിരുന്നു.
ക്ലാസ്സിൽ കയറി ഇരുന്നിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ടീച്ചർ ഇതാരും ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്? ഞാനും അങ്ങനെ 2 പ്രാവശ്യമൊക്കെ ചോദിച്ചു. ഞാനും നോക്കും ആരാണ് ഈ സൗണ്ട് ഉണ്ടാക്കുന്നതെന്നുള്ള പോലെ. അങ്ങനെ ഇരുന്ന് ഒരു കുറച്ച് ഓവറായി ചവച്ച് അത് ഇറങ്ങിപ്പോയതും ഒറ്റ അലർച്ചയാണ്. പിന്നെ അവിടെ നിന്ന് അയ്യോ ഞാൻ കഴിച്ചു. കാരണം കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും എന്നുള്ളതല്ലേ അവിടെ ഫുൾ എല്ലാവരും പറയുന്നേ. ഞാൻ കരച്ചില് പിഴിച്ചില് ഭയങ്കര പ്രശ്നമായി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന അപ്പൊ ടീച്ചർ എന്താ ടീച്ചർ ഓടി വരുന്നു. ഞാൻ അപ്പൊ നീയാണല്ലോ ചവച്ചോണ്ടിരുന്നത്, വെള്ളം കൊണ്ടു അങ്ങനെ ഇങ്ങനെ അവിടെ ഒരു മൊത്തത്തിലൊരു സീനായി. അപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര കരച്ചില് കരഞ്ഞിട്ട് ടീച്ചർ ഒരുവിധം വെള്ളമൊക്കെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ പോയി അകത്തേക്ക്. എവിടെ ഒട്ടിയൊന്നും പിടിച്ചില്ല. വെള്ളമൊക്കെ അപ്പൊ അത് ഓക്കെ ആയി. ടീച്ചർ നോക്കിപ്പോ ഓക്കെയാണ്. ടീച്ചർ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെയും ക്ലാസ് ഇതാക്കാൻ പോയി. ബെല്ലടിച്ചു. ആ പീരീഡ് കഴിഞ്ഞു. അടുത്ത ഞാൻ മൊത്തത്തില് ജീവൻ നിന്ന് മരണത്തിൽ അതെ അതിൽ നിന്നിങ്ങനെ ആകെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ എൻ്റെ അടുത്ത് വേറൊരു കുട്ടി എൻ്റെ അടുത്ത് പറയാ ചൂയിങ്കം കഴിച്ച് ബബിൾക്കം കഴിച്ചു കഴിഞ്ഞാലേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മരിക്കുക. ഞാന് അന്ന് 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ സൈലന്റ്. എൻ്റെ ജീവിതത്തിലെ അവസാന 1 മണിക്കൂറല്ലേ കരഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ എൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ ഞാൻ ബബിൾക്കം കഴിച്ചിട്ടാണ് മരിച്ചു എന്ന് പറയരുത്, എനിക്ക് വഴക്ക് കേൾക്കും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പിഴിഞ്ഞ് 1 മണിക്കൂർ ഞാനത് എങ്ങനെയാണ് 1 മണിക്കൂർ എത്രയൊന്നും കറക്റ്റ് അറിയില്ല. അന്ന് 1 മണിക്കൂറായിട്ടുണ്ടാവോ അങ്ങനെ പിന്നെ അന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഞാൻ മരിക്കത്തില്ല എന്നുള്ള ഉറപ്പായതല്ലേ. ഈ ഭാവനയുടെ കുട്ടിക്കാലത്തെ പ്രത്യേകിച്ച് തൃശ്ശൂരില് ഈ സ്കൂളിലൊക്കെ ചിന്മയ മിഷൻ പള്ളിക്കൂടത്തിലൊക്കെ ഇങ്ങനെ പഠിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ആരാധനയോടെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ. പിൽക്കാലത്ത് അവരുടെയൊക്കെ നായികയായിട്ട് അഭിനയിക്കാനും ഭാഗ്യം കിട്ടി. അതിലൊരാളായിരുന്നു തമിഴിലെ മാധവൻ അല്ലേ? മാധവനോട് എന്തോ തോന്നിയോ? ക്രഷുമല്ലെന്ന് തോന്നിയോ? ക്രഷായിരുന്നു ശരിക്കും. നമുക്ക് എനിക്ക് 8th എന്താ പഠിക്കുമ്പോഴെന്ന് അലൈപ്പായത് റിലീസായത്. അപ്പൊ ആ സമയത്ത് ഞാന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മാധവൻ 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അയ്യോ മാധവൻ മാധവൻ മാധവൻ. അങ്ങനെ ആ സമയത്ത് എന്നിട്ട് ഇങ്ങനെ കുറെ നോട്ട്ബുക്സ് ഒക്കെ വരുമല്ലോ ഈ ഫിലിം സ്റ്റാർസിന്റെ കവറുള്ള മാധവന്റെ കവറുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചു. മാധവന്റെ ബുക്ക് മാത്രമേ ഉള്ളൂ. മാധവൻ മാധവൻ മാധവനാണ് എന്റെ എല്ലാം എന്നുള്ള പോലെ. അങ്ങനെ പിന്നെ മാധവൻ പൊതുവെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണെങ്കിലും ഒരു ബിക്കോസ് ആ ഏജില് ആ ഒരു കറക്റ്റ് 13 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ സമയത്ത് ഒരു ടീനേജിൽ ഒരു ക്രഷ് കുഴപ്പം പിടിച്ച ഏജല്ല. പക്ഷെ ആ സമയത്ത് നമുക്കൊരു ക്രഷ് ഒക്കെ വരുന്ന ഒരു അങ്ങനെ എനിക്കെന്തോ ഓർമ്മയില്ല എനിക്ക് എന്തെങ്കിലും ക്രഷ് ഉണ്ടായോ. അങ്ങനെ ഞാനപ്പോ മാധവനോട് പിന്നെ ഇവഞ്ച്വലി അത് കുറേശ്ശെ കുറഞ്ഞു വന്നു. ഇത് എങ്ങാണ്ട് പറഞ്ഞു അല്ലേ? മാധവനെ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ സമയത്ത്. പിന്നെ മാധവനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 മൂവി ഞാൻ ചെയ്തു. ഒരെണ്ണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഡേറ്റിന്റെ ഇഷ്യൂ കാരണം. പക്ഷെ 2 മൂവി അറിയാം. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ടച്ചിലാണ്. സോ അറിയാം, മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യം അറിയാം. ഭാവന, വർഷങ്ങൾക്ക് മുമ്പ് താങ്കളും സിനിമാ താരം ജയറാമും ചേർന്ന് തായ്ലാന്റിലെ ഒരു റോഡ് അരികിലിരുന്ന് പണം പിരിപ്പിച്ചു. 100 ബാത്താണ് അന്ന് നിങ്ങൾ പിരിപ്പിച്ചത്. പിരിപ്പിച്ചു. നല്ല മലയാളം കുട്ടിയേട്ടാ സൂപ്പർ മലയാളം കേട്ടോ. പിരിപ്പിച്ചു. അത് എങ്ങനെ തായ്ലൻഡിലെ സ്ട്രീറ്റിൽ ഇരുന്നോ നിങ്ങൾ? അത് പിരിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരിക്കും ആക്ച്വലി നല്ല വേണം. ഞങ്ങൾ ശരിക്കും പിച്ചയായിരുന്നല്ലേ? ഞങ്ങള് ഹാപ്പി ഹസ്ബൻഡ് ഷൂട്ടിങ്ങിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ. ജയറാമേട്ടനുണ്ട്, ഇന്ദ്രേട്ടനുണ്ട്, ജയേട്ടനുണ്ട്, പിന്നെ ഞാനുണ്ട്, അങ്ങനെ കുറെ ഹീറോയിൻസും ഒക്കെ. ഞങ്ങൾ ഫുൾ മൊത്തത്തിൽ ഒരു വലിയ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് സലീമേട്ടനുണ്ട്. അപ്പൊ ചിലപ്പോൾ അവരുടെ പോർഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവിടെ നിന്ന് ആർക്കും അറിയില്ലല്ലോ. ചുമ്മാ പെട്ടെന്ന് ജയറാമേട്ടന്റെ വക ഒരു ഐഡിയ ആണ്, നമുക്ക് ഭിക്ഷ എടുത്താലോ, പിച്ച എടുത്താലോ. അപ്പൊ വളരെ ഇന്നോവേറ്റീവ് ആയ ഒരു ഐഡിയ. ഞാൻ ചാടി അത് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ ഇരുന്ന് ഞങ്ങൾ 2 പേരും അവിടെ ഇവിടെ ഞങ്ങൾ കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ടേക്ക് ഈസി എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ. അവിടെ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? ഞങ്ങള് മറ്റേ പിച്ച വെച്ച നാൾ ജയറാമെന്ന് അറിയട്ടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളത്. പാട്ട് പാടുന്നത് ജയറാമേട്ടനായിരുന്നു. ഞാൻ അങ്ങനെ പാടിയത്. അല്ലാതെ പാടിയാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ഞങ്ങൾ എന്ത് അപ്പൊ ആർക്കും മനസ്സിലാവുന്നില്ല ഞങ്ങൾ എന്താ അവിടെ കാണിക്കുന്നത്. മലയാളം പാട്ടാ പാടുന്നത്. മലയാളം പാട്ടാ പാടുന്നത്. പിന്നെ ജയറാമേട്ടനും ആ സോങ്ങിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, ഞാനും ആ സോങ്ങിൽ ഒരു സാരി എന്തോ അതിട്ടിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ട് ആർക്കും മനസ്സിൽ എന്ത് കാണിക്കുന്നുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ മണിയമ്പള രാജു
അല്ല അപ്പൊ അതുവരെ ആദ്യമൊന്നും വലിയ അനക്കം ഉണ്ടായില്ല. അപ്പൊ രാജു ചേട്ടൻ വന്നു, മണിയമ്പള രാജു ചേട്ടൻ. രാജു ചേട്ടൻ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് പിച്ചെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല, ഞാനൊരു കാര്യം ചെയ്യാം. എന്നിട്ട് രാജു ചേട്ടൻ മാറി നിന്നിട്ട് ആൾക്കാർ വരുമ്പോ ഓടി വന്ന് ഒരു പൈസ ഇടും ഞങ്ങളുടെ മുമ്പിൽ, എന്തെങ്കിലും പൈസ വെച്ചിട്ട് പോകും. അപ്പൊ അവിടുത്തെ ആൾക്കാർ ഇവര് പൈസക്ക് വേണ്ടി ഇരിക്കുന്ന അവരും കൊണ്ട് പൈസ. അങ്ങനെ ഞങ്ങളൊരു 100 ബാത്ത് ഉണ്ടാക്കി. തായ്ലൻഡില് 100 ബാത്ത്. അത് പിന്നെ അവിടെ കാണാൻ പോവാണെങ്കിൽ കച്ചവടം നല്ലതാണോ അറിയാൻ അത്ര വലിയ പൈസ ഒന്നും ഉണ്ടായില്ല. ഇല്ല, ഞങ്ങൾ മരിച്ചു കിടന്ന് പിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിരുന്നു. റോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതല്ലായിരുന്നു, വെറുതെ അതെങ്ങനെ ചെയ്തു. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങള് മതി ഞങ്ങളെ ഷോർട്ടിന് വിളിച്ചോണ്ട് പോയി. അത് കാരണം പിന്നെ ബാക്കി വെച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അത് ഹാപ്പി ഹസ്ബൻഡ്സ് മൂവി കഴിഞ്ഞിട്ട് എന്റെ ടൈറ്റിൽസ് ഇടുമ്പോ ഇപ്പോഴും ഈ വിഷ്വൽസ് കാണിക്കുന്നുണ്ട് അതില്, ഞങ്ങൾ പിച്ചെടുത്ത വിഷ്വൽസ്. ഈ ഭാവനയ്ക്ക് ഒരു ചെറിയ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് കണ്ട ഈ പ്രേത സിനിമകളൊക്കെ കണ്ടിട്ടേ അതിന്റെ കഥയൊക്കെ കൂട്ടുകാരിമാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല നിലയിലെത്തിക്കും. ദുബായിലെ ഒരു ഹോട്ടലിൽ വെച്ച് എന്തൊരു സംഭവം ഉണ്ടായില്ലേ? ബൂത്ത് എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ഊർമിള മറ്റോൺകർ ചെയ്ത രാം ഗോപാൽ വർമ്മയുടെ ഹിന്ദി സിനിമ ബൂത്ത് കണ്ടിട്ട് ഞാൻ നന്നായി പേടിച്ചിരിക്കണ ഒരു സമയം. അപ്പൊ ഞാൻ എന്തായാലും പേടിച്ചാൽ മറ്റുള്ളവരെയും കൂടി പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഞങ്ങളൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ദുബായിൽ പോയപ്പോൾ ആരൊക്കെ ഉണ്ട് കൂടി എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ ആരൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ ഈ ബൂത്തിന്റെ കഥ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങനൊരു അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മള് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. രാത്രി ഇങ്ങനെ ഡോർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെ. അപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. എഫക്ട് കുറച്ച് അത്യാവശ്യം ഉണ്ട്. അതെ അതെ. നമ്മള് കോറിഡോറിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഹോട്ടലിന്റെ കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു ശബ്ദത്തില് ഡോറ് തുറന്ന് ഞങ്ങൾ എല്ലാവരും പേടിച്ചു. കാരണം പ്രേതകഥയും പറഞ്ഞു ടബാക്ക് ഞങ്ങൾ പേടിച്ചു. അതും ഒച്ചയായി. ഒരു അറബി പുറത്തു വന്ന് ചറപറ 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 തെറിവിളിയായിരുന്നു. അറബിയിലായിരുന്നു. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല, പക്ഷെ തെറിയാണെന്ന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ 4-5 പേര് ഒരു 15 വഴിക്ക് ഓടി. പിന്നെ ഞങ്ങൾ ബാക്കി കഥ പിന്നീട് ഞങ്ങളൊരു റൂമിനകത്ത് പോയി മെല്ലെ പറഞ്ഞു തീർത്തു. കുട്ടേട്ടൻ പിന്നെ എന്തോ ഒപ്പിക്കുന്നുണ്ട്. ഭാവനയും താങ്കളുടെ അമ്മയും ചേർന്ന് നമീബിയ എന്ന രാജ്യത്തേക്ക് ഒരു വിമാനയാത്ര നടത്തിയപ്പോൾ വിമാനം പൊട്ടിത്തെറിപ്പിനെ കുറിച്ച് താങ്കൾ പ്ലാൻ ചെയ്തിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഞാൻ പ്ലാൻ ചെയ്തല്ലേ, അങ്ങനെയല്ലാണ്ട് ഞങ്ങള് നമീബിയ എന്നുള്ള ഇതിലേക്ക് ഞങ്ങൾ പോവായിരുന്നു. നമീബിയ. അപ്പൊ നൈറ്റ് ഫ്ലൈറ്റ് ആണ്. ഞങ്ങൾ പോകുമ്പോ ഭയങ്കര ടർബുലൻസ്. ഫ്ലൈറ്റ് ഇങ്ങനെ ഭയങ്കര ടർബുലൻസ്, ശരിക്കും നമുക്ക് പേടിയാവുന്ന രീതിയിലുള്ള ടർബുലൻസ് ആയിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബ്ഡ് ആയി. ഉറങ്ങുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റു. എല്ലാവരും സീറ്റ് ബെൽറ്റ് ഒക്കെ ഭയങ്കര. അപ്പൊ അതിന് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് അയ്യോ എന്നാവുമല്ലോ, നിങ്ങൾ മറ്റേ ഫാസ്റ്റ് സീറ്റ് ബെൽറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതും ആ സമയത്ത് രാത്രി കുലുക്കവും ഒക്കെ കൂടെ. അപ്പൊ എന്തോ ഒരു വിമൻ വോളിബോൾ ടീമോ എന്തോ അവിടെ സ്പോർട്സ് ടീം ഇതിലുണ്ടായിരുന്നു ആ ഫ്ലൈറ്റില്. അവരെല്ലാവരും അടുത്തടുത്തിരിക്കുന്ന സീറ്റിലുള്ള എല്ലാവരും കൈയൊക്കെ പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അതോടുകൂടി എന്റെ കിളി പോയി. ഞാൻ മനസ്സിൽ വിചാരിച്ചോ ഞാൻ മരിക്കാൻ പോവാ, കഴിഞ്ഞു, ഇനിയിപ്പോ ഞാൻ അമീബിയയിൽ വീണ് മരിക്കണല്ലോ ഈശ്വര. താഴെ എന്തായാലും കടലാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നു, അമ്മേ എന്തായാലും നമ്മൾ താഴെ വീഴും, അപ്പോൾ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു പീസിൽ അമ്മ കയറിക്കോളാം. ഞാൻ വൻ പ്ലാനിങ്. എന്നിട്ട് ഞാൻ താഴേക്ക് നോക്കാം. എനിക്ക് വിൻഡോ സീറ്റാണ്. ഞാൻ നോക്കാം ദൂരെ എനിക്ക് ഷിപ്പിന്റെ ചെറിയ ചെറിയ ലൈറ്റ്സ് കാണാം ഷിപ്പിന്റെ. അപ്പൊ ഞാൻ മനസ്സിലായിരിക്കും ഓക്കെ, അപ്പൊ അവിടെ എവിടെയോ ഷിപ്പ് ഉണ്ട്, അപ്പൊ പിന്നെ വീണാലും അവരറിയാം, അവർ രക്ഷിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും. അങ്ങനെയൊക്കെ വൻ പ്ലാനിങ്. അവിടെ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു വെച്ചാൽ അമ്മ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വെച്ചാൽ അമ്മനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് സാരിയാണ് കൊടുക്കുന്നത്, ഈ സമയം കണ്ടത് അമ്മയ്ക്ക് ചുരിദാറിട്ട് വരായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരു കുർത്തി, നീ സാരിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ വീണിട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻ. അമ്മ നിനക്ക് ഈ സമയത്ത് എന്നെ കുറ്റം പറയാണോ സമയം. ഞാൻ ഭയങ്കര പ്രാക്ടിക്കലാണ്. ഞാൻ അങ്ങനെ അമ്മ ഇതിനെ സാരി ഇട്ടുണ്ടോ, ഇങ്ങനത്തെയൊക്കെ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ അമ്മ ഇതിനെ സാരി ഇട്ടിട്ട് വരുന്നത് ഭയങ്കര പുലിവാലാണ്, താഴെ വീണ് ഇനി വെള്ളത്തിൽ വീണ്. ഞാനത് കണ്ടു. അമ്മ മറ്റേ ടൈറ്റാനിക്കിലെ മറ്റേ റോസിനെ പോലെ അമ്മ സാരി കൊടുത്ത് മേലെ കിടക്കുന്നതും ഞാൻ അവിടെ മറ്റേ നിൽക്കുന്നതും അവരെ ഹെൽപ്പ് എന്ന് പറഞ്ഞ് വിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഓൾറെഡി. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അമ്മ എന്നിട്ട് പറയുന്നത് ഇവളുടെ കൺസേൺ അപ്പോഴും അതായിരുന്നു, ഞാൻ ഇതിന് സാരി കൊടുത്തു വന്നു. എനിക്കൊന്ന് ഒരുപാട് ഡാൻസ് പ്രോഗ്രാമിന് നമ്മൾ അവസാനം കാണുന്നതും ജിദ്ദയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ എങ്ങനെ പോകുന്നു? ഇടയ്ക്കൊക്കെ മുൻപെന്ന് വെച്ചാൽ ഒരുപാട് ഇവന്റ്സ് ഇങ്ങനെ എപ്പോഴും നമ്മള് ഉണ്ടാവും. തിരുവനന്തപുരത്ത് ഡാൻസ് കളിക്കാൻ പോയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനോട് ഇറങ്ങി ഓടിയല്ലോ. അതൊരു അവാർഡ് ഫംഗ്ഷൻ ആയിരുന്നു. ഞാൻ വന്നിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒരു ബിഗിനിങ് ഒരു 2-3 വർഷം. അപ്പൊ എനിക്ക് എന്തിന്റെ അവാർഡ് ഉണ്ട്, അത് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോയതാണോ എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞാനും അച്ഛനും കൂടി ട്രിവാൻഡ്രം പോയി. അപ്പൊ ഇന്നാണ് അവാർഡെങ്കിൽ ട്രിവാൻഡ്രം ആയതുകൊണ്ട് ഞങ്ങൾ തലേദിവസം എത്തിയപ്പോഴത്തേക്കും അവര് പെട്ടെന്ന് പറഞ്ഞു
നമുക്ക് ഭാവന മറ്റേ അരവിന്ദ് ചേട്ടൻ മറ്റേ അരവിന്ദ് നന്ദനത്തിലെ കൃഷ്ണനായിട്ട് അഭിനയിച്ചു. അപ്പൊ ആളുണ്ട് അവിടെ. അപ്പൊ നമുക്ക് അരവിന്ദിന്റെ പാട്ടിൽ ഭാവനയ്ക്ക് ഡാൻസ് കളിച്ചു. അപ്പൊ പ്രസന്ന മാസ്റ്ററോ കലാ മാസ്റ്ററോ ആരോ ആണ് കൊറിയോഗ്രാഫി. അപ്പൊ അവര് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നീയേ പണ്ടോ നീ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ടുവന്ന് റിഹേഴ്സൽ. ഞാൻ ഡാൻസ് ചെയ്യാൻ വന്നതേ അല്ല, ഞാൻ പ്രസന്റ് ചെയ്യാനോ വാങ്ങിക്കാനോ എന്തിനോ വന്നാണ്. അപ്പൊ പിന്നെ എന്താ കളിക്കാലോ എന്നുള്ള രീതിയിൽ ഞാനും പോയി. അവിടെ പോയിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ സമയം കളഞ്ഞു കുറെ. അപ്പൊ അരവിന്ദ് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ ആള് പഠിച്ചു, ആള് കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് ഇവിടെ റിഹേഴ്സലുണ്ട്. ഞാൻ തലേ ദിവസം വെറുതെ വന്ന് വർത്താനം പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ മറ്റേ നന്ദനത്തിലെ പാട്ട് തന്നെയാണ് കളിക്കുന്നത്, മറ്റേ മനസ്സിൽ മിഥുന മഴ. ഞാൻ വലിയ സീരിയസ് ആക്കിയിട്ടില്ല. പിന്നെ സ്റ്റേജ് കയറിയപ്പോഴത്തേക്കാണ് ഞാൻ മര്യാദയ്ക്കൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിൽ മിഥുന മഴ അത് കളിച്ച് ഞാൻ മാത്രം വേറെ ഏതോ സ്റ്റെപ്പ് കളിക്കുന്നു, ഇവര് വേറെ ഏതോ സ്റ്റെപ്പ് കളിക്കുന്നു. അങ്ങനെ ഞാൻ എനിക്കും ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് മനസ്സിലായി. ഞാനപ്പോ ഒരു ഇങ്ങനത്തെ ഒരു ബിറ്റാണ് ജഗന്നിതാ ഒരു ബിറ്റുണ്ട്. ആ ബിറ്റിൽ ഞങ്ങൾ ഡാൻസേഴ്സ് ഞങ്ങളെല്ലാവരും ഒരു ലൈൻ ആവണം, സിംഗിൾ ലൈൻ ആവണം. എന്നിട്ട് പിന്നെ ആദ്യം ഡാൻസ് തുടങ്ങണം. അങ്ങനെ അപ്പൊ സിംഗിൾ ലൈൻ ആവുമ്പോൾ ഞാനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഞാൻ ജഗന് ചാടി പിന്നിലേക്ക് എത്തി. അപ്പൊ ഡാൻസേഴ്സ് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എവിടെ പോകുന്നു എന്നുള്ള പോലെ. ഞാൻ പിന്നിലേക്ക് എത്തിയിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇങ്ങനെ ഫെയ്ഡ് ആവും. ആ സമയത്ത് ഇങ്ങനെ കൈ കാണിക്കുന്നത് ഞാൻ ഇറങ്ങി ഓടി. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഓടി, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ഓടി. ബാക്ക് സ്റ്റേജിലേക്കല്ലേ ഓടിയത്. ബാക്ക് സ്റ്റേജിൽ ഇറങ്ങി ഓടി ഞാൻ സ്ക്രീൻ റൂമിൽ പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് എനിക്ക് അവിടുത്തെ ബാക്കിലുള്ള സ്ക്രീനിൽ കേൾക്കാം പാട്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേ ദേവി നീയം അതൊക്കെയാണ്. നോക്കുമ്പോ അരവിന്ദ് നോക്കുമ്പോ ദേവിയില്ല, ആരുമില്ല. പിന്നെ ഞങ്ങൾ ഫുൾ പെയറിൽ ഡാൻസ് കളിക്കേണ്ടതാ. പോസൊക്കെ ചെയ്ത് നോക്കുമ്പോ അരവിന്ദ് തിരിഞ്ഞൊക്കെ എവിടെ പോയി. ഞാനും ഇറങ്ങി ഓടി. എന്നിട്ട് ആ പാട്ട് കഴിഞ്ഞവരെ ഞാൻ ഗ്രീൻ റൂമിൽ ഇങ്ങനെ വിളിച്ചു, ദൈവമേനെ കണ്ടുപിടിക്കല്ലേ എന്ന് പറഞ്ഞിരുന്ന്. കഴിഞ്ഞൊരു സെക്കൻഡുള്ളിൽ അലർച്ച മാത്രം കേൾക്കാം അരവിന്ദിന്റെ ഭാവന. ഭാവന, നമുക്ക് ഒരു ചെറിയ കാര്യം, വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു കാര്യം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പ്ലേ ചെയ്യൂ. ഇതിലെവിടെയാണ് ഭാവന നിൽക്കുന്നത്? അവിടെ നിൽക്കുന്ന ഇങ്ങോട്ട് ഇത് ഇങ്ങനെ തല വരുന്നത് ഇത്. പിന്നെ ഇത് ഞാൻ തന്നെ അവിടെ ഇങ്ങനത്തെ. ഇതെല്ലാം ഭാവന തന്നെയാണോ? ഇതും ഞാൻ തന്നെ. ഇത് കണ്ടാ നമുക്ക് മനസ്സിലാവത്തില്ലല്ലോ. അപ്പൊ ഈ നൃത്തകല കൊണ്ട് ശരീരം നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റുന്നുണ്ട്? നൃത്തമല്ല, ഞാന് ജിമ്മില് പോകുന്നതാണ്. വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പൊ അവര് മാക്സിമം നമ്മളെ പണിയെടുപ്പിക്കും. അമേരിക്കയിൽ വെച്ചിട്ട് ഒരു കക്ഷി ഭാവനയുടെയും റിമി ടോമിയുടെയും നിങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടി നിങ്ങൾ പൊട്ടി അങ്ങ് ചിരിച്ച് വന്ന ക്രിമിനലിനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ കേട്ടോ. ഞങ്ങള് US-ലൊക്കെ 1 month ഷോ പോകുമ്പോ ചിലപ്പോ ഒരു സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിൽ നമ്മൾ ബസ്സിലായിരിക്കും, ഫുൾ ടീം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് രാത്രി വരുമ്പോ ഉറക്കം ശരിയാവാതെ ഞങ്ങൾ മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ്. ഉറക്കം ഷോ ആണെങ്കിലും രാത്രി 12 മണി 12:30 തീരാൻ. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരുന്നാൽ പിറ്റേ ദിവസം ചിലപ്പോൾ ഉച്ചയൊക്കെ നമ്മൾ എത്തുക. അപ്പോൾ ഉറക്കം ശരിയാവുന്നില്ല. ബസ്സിലായതുകൊണ്ട് അങ്ങോട്ട് സംസാരിച്ചപ്പോൾ ഉറക്കമില്ലാതെ കിളി പോയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് എന്തോ കഴിക്കാനോ അതൊക്കെ. അപ്പോൾ നല്ല ലേറ്റായി. കഴിക്കാൻ എന്തിനോ വാഷ്റൂം യൂസ് ചെയ്യാൻ എന്തിനോ നമ്മൾ അവിടെ ഒരു മോള് പോലത്തെ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ പിന്നെ വാഷ്റൂമിൽ കയറാൻ പോകുമ്പോഴത്തേക്കും ഈ ലേഡീസ് വാഷ്റൂമിൽ ഒരാളുണ്ട്, ഒരു മെയിലുണ്ട്, ഒരാളുണ്ട്. അപ്പം ഞങ്ങൾ നിന്നപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും ഉള്ള വേറെ 2-3 ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ എന്താ പിന്നെ കം ഔട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് എന്തോ ദേഷ്യം. തോക്കെടുത്തൊന്നുമില്ല, തോക്കുണ്ടോന്നല്ല എനിക്കറിയില്ല കേട്ടോ. അത് വെറുതെ കൈ ആ ഒരു ആക്ഷൻ കാണിച്ചു, വെറുതെ കാണിച്ചപ്പോഴത്തേക്കും ഉണ്ടാവും പറയാൻ പറ്റില്ല. പക്ഷെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ. അപ്പൊ എന്നിട്ട് ആള് അങ്ങനെ കാണിച്ചത് നമ്മൾ സൈലന്റ് ആയി പോയി. ഞാനും റിമിയും കൂടി ചിരിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിഞ്ഞോടെ ഞങ്ങൾ ആ സമയത്ത് ഉറക്കവും ഇല്ല, കിളി പോയിരിക്കുന്ന ഒരു അവസ്ഥ. ഒരു പരിധി വിട്ട റിമിയുടെ എടുത്തു പൊക്കിയെന്ന്. ഞങ്ങള് രാത്രി ഒരു സ്ഥലത്ത് കയറി വന്നപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ വെടിവെച്ച് മരിച്ചു വീഴാൻ പോകുന്നൊക്കെ ആലോചിച്ചിട്ട് ചിരിച്ചു. നിങ്ങൾ പൊട്ടിച്ചിരിച്ചപ്പോ അവര് പ്രത്യേകിച്ച് തെറ്റിദ്ധരിക്കുമല്ലോ, അവരെ കളിയാക്കിയാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങേരെ ഇവിടെ ഞങ്ങളുടെ ഒരു കാണിച്ചോണ്ടിരിക്കുക. അയാള് അമേരിക്കനാന്ന് മനസ്സിലായോ? അമേരിക്കനാണ്, ഒരു ആഫ്രിക്കൻ അമേരിക്കനാണ്. അപ്പോഴത്തേക്ക് അയാൾ പിന്നെ തിരിഞ്ഞു നോക്കാനൊന്നും പോലും അയാൾക്ക് തോന്നില്ല എന്ത് ഭ്രാന്തികളാണല്ലോ ഈശ്വരാ. ഞാനും ഇങ്ങനെ ചിരി തുടങ്ങി. പിന്നെ നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ വന്ന ദൈവമേ എന്താ ഇത്. ഈ ഭാവനയ്ക്ക്
ഈ സാഹസികമായ രംഗങ്ങൾ, അതായത് സ്റ്റണ്ട് സിനിമകളിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? കാരണം നമ്മുടെ വിജയ് നിർമ്മലയൊക്കെ കൊണ്ട് അഭിനയിച്ച സിനിമകളുണ്ടല്ലോ, അതുപോലുള്ള സിനിമകളിൽ ഇന്നിപ്പോ മലയാളത്തിൽ വരുന്നില്ല. നമുക്ക് വലിയ നഷ്ടബോധമാണ് നമുക്കൊക്കെ. ഞാൻ ആക്ഷൻ മൂവി ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം കന്നഡയിൽ ചെയ്തൊരു ഫിലിം കേസ് ഓഫ് കൊണ്ടാന എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലീസ് ഓഫീസർ. കേസ് ഓഫ് കൊണ്ടാന പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ അതിൽ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാ. അപ്പൊ അതില് ക്ലൈമാക്സിൽ എന്റെ ചെറുതായിട്ട് കുറച്ച് ഫൈറ്റ് ഉണ്ട്. അപ്പൊ അത് സമയത്ത് എനിക്ക് ഭയങ്കര ഞാൻ ഫൈറ്റ് ചെയ്താൽ ശരിയാവില്ലേ, അത് ശരിയാവില്ല, ഭയങ്കര ബോറായിരിക്കും, അങ്ങനെ ഇങ്ങനെ. മാസ്റ്റർ ഇല്ല, നമുക്ക് ഞാൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി. ആ ഒരു കൊറിയോഗ്രാഫി, ഡാൻസിന് കൊറിയോഗ്രാഫി പോലെ സ്റ്റണ്ടിന് ഒരു കൊറിയോഗ്രാഫി, അത് കിട്ടിക്കഴിഞ്ഞാൽ പറ്റും. ടൈമിങ്ങിന്റെ പ്രശ്നമുള്ളൂ. ചെയ്ത് നോക്കിയിട്ട് ഞാൻ കാണിച്ചത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് മാറ്റാം എന്നുള്ള പോലെ ഞാൻ അതിന്റെ ക്ലൈമാക്സ് ആക്ഷൻ ഒക്കെ ചെയ്തു. അല്ലെ ഈ ഇവിടെ തൂക്കിയിട്ടുണ്ട് അപ്പുറത്തിറക്കുന്ന പരിപാടിയല്ലോ? തൂക്കിയിട്ടുണ്ട് അപ്പുറത്തിറക്കുന്ന പരിപാടി ഞാൻ ഫൈറ്റിനല്ല, അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു വില്ലന്മാര് കൊല്ലുന്ന ഒരു ബച്ചൻ എന്ന് പറഞ്ഞൊരു കന്നഡ ഫിലിമില് എന്നെ ഒരു സ്ഥലത്ത് നിന്ന് തള്ളി താഴെ ഇട്ട് ജീവനോടെ കുഴിച്ചു മൂടും, അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. അയ്യോ, അതൊരു 4-5 ദിവസം ഞങ്ങൾ ബെല്ലാരി എന്നുള്ള സ്ഥലത്ത്, എൻ്റെ അമ്മ എനിക്കത് ആലോചിക്കാൻ വയ്യ, കഷ്ടപ്പെടുവായിരുന്നു. അവസാനം അതില് ഈ റോപ്പിട്ടിട്ടല്ലേ വീഴ്ത്തുന്ന, വീണ് അവസാനം ഞാൻ എന്നെ ഒന്ന് പെട്ടെന്ന് കൊല്ലുവോ പ്ലീസ് എന്നായിപ്പോയി. കാരണം മടുത്തു, വയ്യാതായിപ്പോയി. റോപ്പിൽ കയറ്റുന്നു ഇടുന്നു. റീടേക്കിന് പല ആംഗിൾ. കാരണം അത് കാരണമാണ് പിന്നെ ഹീറോ റിവെഞ്ച് എടുക്കുന്നത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് അവർ ഷൂട്ട് ചെയ്യും. അവസാനം സത്യം പറയുകയാണെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഗജനി മൂവിയിൽ അഭിനയിച്ച വില്ലനാണ്. ആള് തന്നെ പറഞ്ഞു ഡയറക്ടറിൻ്റെ അടുത്ത്, പാവം ഞാൻ ഷൂട്ട് ചെയ്ത് കൊന്നോളെ, എന്താ കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തിനിങ്ങനെ കൊല്ലും, ഞാൻ ഷൂട്ട് ചെയ്തോളാം, ഞാൻ എന്നെ ഒന്ന് ഷൂട്ട് ചെയ്ത് കൊല്ലോ പ്ലീസ്, എനിക്ക് വയ്യ, എന്നെ പിന്നെ മണ്ണൊക്കെ മേത്തിടുന്നത്. അങ്ങനെ വിജയ നിർമ്മലയുടെ കുറവ് അനുഭവപ്പെടത്തില്ല മലയാളത്തിൽ വീട്ടിൽ വന്നാൽ അല്ലേ? അപ്പൊ ഈ സാഗർ ഇലിയാസ് ജാക്കിയിലെ ഇത് ഒരു ചാട്ടം ഉണ്ടല്ലോ, അത് കുറച്ച് സാഹസിക ചാട്ടമായിരുന്നു. ഈ ഡാൻസ് പഠിച്ചോണ്ട് അങ്ങനെയൊക്കെ ചില ഗുണമുണ്ടല്ലേ? അത് ഞാൻ ഒരു കൈ കൊണ്ട് നമ്മൾ സ്ട്രെങ്ത് എടുത്തിട്ട് 2 കാലും ഇങ്ങനെയാക്കി ചാടണം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എനിക്ക് കൈയിനൊന്നും അധികം സ്ട്രെങ്ത് ഇല്ല, എനിക്ക് പേടിയാ. ഇങ്ങനെ ഒരു സ്റ്റെയർ കേസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ചാടണം, താഴെ കുറച്ച് ഇതില്ല, അപ്പൊ ഒരു ബെഡ് ഇട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ കാല് ഇങ്ങനെ ഇത് വേണം എന്നുള്ള ഒരു ഇതില്ല. അപ്പൊ അന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ അയ്യോ അങ്ങനെ ചാടുമ്പോൾ എന്റെ കൈ എനിക്ക് പേടിയുണ്ടാകാൻ. പക്ഷെ എല്ലാവരും കൂടി അങ്ങ് മോട്ടിവേറ്റ് ചെയ്തപ്പോ ഞാനൊന്ന് നിനക്ക് പറ്റും അല്ലേ, അപ്പൊ ഞാനൊന്ന് ഓക്കെ എന്നാ കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാന് എന്തായാലും ചെയ്യാൻ പറ്റും. കാണുമ്പോ ഒരു സുഖമുണ്ട്, കാണുമ്പോ കൊള്ളാലോ എന്നുള്ളൊരു സാധനമുണ്ട്. അല്ല, ഈ ഭാവന ചെയ്ത പടത്തില് ഈ സീനിൽ ചെയ്തതിനേക്കാളും ഭയങ്കരമായിട്ട് ആൾ അപ്രീഷിയേറ്റ് ചെയ്ത സിനിമയിലെ രംഗമാണ് ജയരാജന്റെ ദൈവനാമത്തിൽ എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ അത്രയ്ക്ക് ഒരു സീരിയസ്നെസ് ഒന്നും ഉൾക്കൊണ്ടിട്ടൊന്നും അല്ല ചെയ്ത. ബിക്കോസ് അന്നും ഐ വാസ് ടു യങ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് കല്യാണം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലൊന്നും ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചിട്ടല്ല. ഞാൻ സാറ് പറഞ്ഞത് അതുപോലെ ചെയ്തു എന്ന് മാത്രം. പക്ഷെ അത് സ്ക്രീനിൽ വന്നതിന് ശേഷം എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു അഭിപ്രായങ്ങളും റിവ്യൂസും ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇത് നന്നാക്കി ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെയൊന്നുമല്ല. ഞാൻ സാറ് പറയുന്നത് അതുപോലെ ചെയ്തു എന്നല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ഫാമിലി ഇങ്ങനത്തെ ഒരു കുട്ടി ഇത്രയും അങ്ങായിട്ട് കല്യാണം കഴിച്ചു പോകുന്നു, അത് കഴിഞ്ഞാൽ അവളുടെ ലൈഫിൽ അങ്ങനെയൊന്നും ആ സമയത്ത് ആലോചിക്കാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റിയും ഇല്ല. അതുകൊണ്ട് ഞാൻ അത് ഒരു റോള് പോലെ കണ്ട് ജയരാജ് സാറ് പറയുന്ന പോലെ തന്നെ ചെയ്താണ്. പക്ഷെ അത് വന്നപ്പോ എനിക്കും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ചെറുതായിട്ട്. അപ്പൊ നമ്മുടെ കുട്ടിയേട്ടൻ എന്ത് ചോദിക്കാനുണ്ട്? കുട്ടിയേട്ടന് ഇപ്പോഴും ഉറക്കം വന്നിട്ടില്ല. ഭാവന, താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു സിനിമയുണ്ട് കൊണ്ടാന എന്ന സിനിമ. അതെ, അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് LED സ്ക്രീനിലേക്ക് നോക്കിയാൽ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഇദ്ദേഹം ദേവി പ്രസാദ് ഷെട്ടി. ഇദ്ദേഹത്തിന് താങ്കൾക്ക് മുൻപരിചയമുണ്ട്? ഞാൻ ഇപ്പൊ കേസ് ഓഫ് കൊണ്ടാനാന്ന് ഞാനിപ്പോ നേരത്തെ മെൻഷൻ ചെയ്ത പടത്തിന്റെ ഡയറക്ടറാണ്. പക്ഷെ ആളായിട്ട് എനിക്കൊരു മുൻപുള്ള ഒരു കഥ ഇസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം എന്താ വെച്ചാല് കുറെ നാളുകളായിട്ട് എന്റെ വീട്ടില് വലിയ ഗ്രീറ്റിംഗ് കാർഡ്സ് വരും, വലിയ ഗ്രീറ്റിംഗ് കാർഡ്സ്. അപ്പൊ ആദ്യം വരുമ്പോ തന്നെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന ഈ ചേച്ചിമാർ പറയും, ആരാണ് ഇതൊക്കെ അയക്കുന്ന, കൊണ്ടുവരാൻ തന്നെ ബുദ്ധിമുട്ട്, അങ്ങനെ പറയും. വലിയ ഇതാണ്. നമ്മൾ അതിനെ തുറക്കുമ്പോ വിത്ത് റിഗാർഡ്സ് ആൻഡ് ലവ് ദേവി പ്രസാദ് ഷെട്ടി, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഷെട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഫ്രം മാംഗ്ലൂർ കർണാടക എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ കന്നഡ മൂവി ചെയ്യുന്ന മുമ്പേ വരുന്നുണ്ട്. വന്ന് ഈ വലിയ കാർഡ് കിട്ടുമ്പോ തന്നെ ഞങ്ങളുടെ വീട്ടില് ഇത് മറ്റേ ദേവി പ്രസാദ് ഷെട്ടിയുടെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മൂവി കന്നഡയില്, മൂവിയുടെ കേസ് നമ്പർ അങ്ങനെ ഒരു കന്നഡ മൂവി, എൻ്റെ അല്ല വേറൊരു മൂവി റിലീസിന്റെ സമയത്ത് അതിന്റെ ഹീറോ എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഈ പോസ്റ്റർ ഇൻസ്റ്റയിൽ ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയുന്ന ആളാണ്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോ ആണ് വിജയ് രാഘവേന്ദ്ര എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടാഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് അക്കൗണ്ട്സ് തരുമല്ലോ, ഇന്ന അപ്പോൾ ഡയറക്ടർ, പ്രൊഡ്യൂസർ, കമ്പനി അവർ. അപ്പോൾ ഞാൻ ടാഗ് ചെയ്തപ്പോഴത്തേക്കും ചാറ്റ് ഓപ്പൺ ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഹായ് ഭാവന, എന്നെ അറിയാമോ,
എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു അയ്യോ ഇനിയിപ്പോ ഞാൻ പരിചയപ്പെട്ടിട്ട്. അപ്പൊ ഞാൻ ഇല്ല മനസ്സിലായില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ദേവി പ്രസാദ് ഷെട്ടി. ഓഹോ അപ്പൊ ഷെട്ടി. അപ്പൊ ഞാനാണ് വീട്ടിലേക്ക് എപ്പോഴും കാണും. ഞാൻ പറഞ്ഞു ഓ ആ ദേവി പ്രസാദ് ഷെട്ടി. എന്നിട്ട് ഞാനാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഞാൻ പറഞ്ഞു അത് ശരി, ഓക്കെ നൈസ് എന്നൊക്കെ പറഞ്ഞു. അത് അങ്ങനെ കഴിഞ്ഞു. ഞാൻ അപ്പൊ ഓക്കെ നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് വിട്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ ആദ്യം എനിക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഒരു കഥ പറയാനുണ്ട്. ആ പടം റിലീസായി. ആ പടം നല്ലതായിരുന്നു. ആമസോൺ പ്രൈമിൽ ഓടി നല്ലതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ആദ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ ഓക്കെ കഥ കേട്ടപ്പോൾ നല്ല സ്റ്റോറിയാണ്, നല്ല സ്ക്രിപ്റ്റാണ്. അഗൈൻ വിജയരാഘവേന്ദ്രയാണ് ഹീറോ. ഞാൻ ആളുടെ മൂവി ചെയ്യാണ്. മൂവി ചെയ്തിട്ട് അതാണ് ഈ കേസ് ഓഫ് കൊണ്ടാന ഞാൻ ചെയ്തത്. അത് നല്ല ഫിലിം ആമസോൺ പ്രൈമിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ആള് എന്നെ നേരിട്ട് കാണുമ്പോഴും പല ഇന്റർവ്യൂസിൽ ആള് പറയുന്ന ഒരു കാര്യം, ഞാൻ സിനിമയിൽ വരാനുള്ള മെയിൻ കാരണം ഇസ് ഭാവന. അയ്യോ ഞാന് അപ്പൊ ആള് പറയുന്ന ആൾക്ക് എല്ലാ മലയാള സിനിമയും എന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ നരൻ എന്നുള്ള സിനിമ കണ്ടപ്പോ തൊട്ടിട്ട് ആൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഫാനാണ് എന്റെ. അങ്ങനെ ഫോളോ ചെയ്ത് ഞാൻ പിന്നെ കന്നഡയിൽ അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ വീട്ടിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ തൃശ്ശൂരിലെത്തി ആള് എന്നിട്ട് അങ്ങനെ ഒരു സിനിമ ചെയ്തു. അതിന്റെ ആള് പറയുന്നത് റീസൺ ഞാൻ ഡയറക്ടർ ആയതിന്റെ റീസൺ ഇസ് ഡെഫിനറ്റ്ലി ഭാവന എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂസിൽ പറയുമ്പോഴാണ് ഞാൻ ഇത് ഇത്ര. അപ്പൊ ആള് അറിയാതെ എത്ര പേരെ സിനിമ കയറ്റി കാണും അല്ലേ. അപ്പൊ ആള് ഇതിന്റെ അടുത്തൊന്ന് പറയുന്നു. അപ്പൊ എനിക്കത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. ഭാവന പക്ഷേ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു കവിയത്രിയായി മാറിയത്. പൂച്ചയെ കുറിച്ച് അല്ലേ, പൂച്ചയെ കുറിച്ച് ഭാവന ഒരു സ്റ്റേജിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അത് കൊച്ചിൻ ഹനീഫ്കയാണ് അത് എല്ലാവരും അതും പറഞ്ഞില്ലേ കവിത. അത് ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ എന്റെ പൂച്ച എൻ്റെ അടുത്തേക്ക് വന്നില്ല. അപ്പൊ അന്ന് ഞാൻ വിഷമം വന്നാലാണ് കവിത എഴുതുക എന്നുള്ളത് ഉള്ളിൽ അറിഞ്ഞുകൊണ്ട് എനിക്കിപ്പോ ഭയങ്കര വിഷമാണ്. എന്നാ പിന്നെ ഒരു കവിത എഴുതിയേക്കാം എന്നുണ്ട് അങ്ങനെ എഴുതിയൊരു കവിതയാണ്. നമുക്ക് ഈ ആ പൂച്ച എന്ന് കേട്ടാലോ, ഒരു വികറോടെ ഞാൻ മൈക്കെടുത്ത് തരാം. ആ പൂച്ചയാണ് എന്റെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ പൂച്ച. ഞങ്ങൾ വീട് മാറി പോകുമ്പോ അന്ന് ഈ ചിഞ്ചു എന്ന് പറയുന്ന പൂച്ച ഞാൻ പേരൊക്കെ ഇട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത്. പക്ഷെ ഞങ്ങൾ അന്ന് വീട് മാറി പോവാണ്, പൂച്ച വന്നില്ല. അതാണ് എനിക്ക് വിഷമം ഉണ്ടായ കാര്യം. അങ്ങനെയാണ് ഞാൻ കവിത എഴുതിയത്. നമുക്ക് ആ മനോഹരമായ കവിതയിലേക്ക്. ദൈവമേ. പൂന്തോട്ടത്തിൻ മേൽപ്പുരയിൽ പൂച്ച പാല് കുടിക്കുന്നു, കണ്ണുമടച്ച് പാല് കുടിക്കുന്നു. പൂച്ച അങ്ങേ വീട്ടിലെ ഇലകളെത്തുന്നു, ഇങ്ങേ വീട്ടിലെ ഇലകളെത്തുന്നു, പിന്നെ കായ വറുത്തതും തന്നു. ഈ പൂച്ച കായ വറുത്ത കാര്യം കായ വറുത്തത് തിന്നിരുന്നു, ഞാൻ കുത്തിക്കേച്ചി കൊടുത്തിരുന്നു. ആണോ? ഓക്കെ. ഇത് ജയറാം എങ്ങനെ പാടിക്കൊണ്ടത്? ജയറാം ഇത് കുറച്ച് ജയറാമേട്ടൻ മാത്രമല്ല മനോജ് ചേട്ടനും ഒക്കെ ഇതിനും സംഗീതത്തിൽ ഭയങ്കരമായിട്ട് പൂന്തോട്ടത്തിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു തയ്യവ് ചെയ്ത് എന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയി. ഇവരെല്ലാം കൂടെ ഭാവന ശരിക്കും വട്ടാക്കുന്നു അല്ലേ? അല്ല, അത് ആ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് ലൊക്കേഷനിലുള്ളപ്പോ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു ഓരോ കഥകൾ പറയല. അന്നിങ്ങനെ എല്ലാവരും മാറി കാരവാനിലിരിക്കുന്നില്ല, എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ നീ ഭാവനയുടെ കവിത കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭാവനയെ ഏറ്റവും വട്ടാക്കുന്ന കഥകൾ പറഞ്ഞ ആരാ സിനിമയിൽ? മുകേഷാണോ? എനിക്ക് തോന്നുന്നു അശോക് ഏട്ടനും പിന്നെ സലീമേട്ടൻ, മുകേഷ് ഏട്ടൻ, ഇവരൊക്കെ. ഇപ്പൊ ഉർവശേച്ചിയോട് ഞാനിപ്പോ ഒരു മൂവി ചെയ്യുന്നുണ്ട്. ഉർവശേച്ചി ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞപ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സംഭവിച്ച ഞങ്ങൾ പേരിട്ടിട്ടില്ല, പക്ഷെ അതൊരു ഫൺ സബ്ജക്റ്റ് ആണ്. ഉർവശി, ശ്രീനാഥ് ബാസി, പിന്നെ അങ്ങനെ വേറെ 3 ഹീറോയിൻസ്. അത്യാവശ്യം കോടിയുണ്ടോ അതിനകത്ത്? അതൊരു ഫൺ ഇതാണ്, ടോപ്പിക്കാണ്. അതെ. അപ്പോ അതില് ഉർവശേച്ചി ഇങ്ങനെ ഓരോ പണ്ടത്തെ കാര്യങ്ങൾ, ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങൾ അതൊക്കെ പറയുമ്പോൾ അത് എനിക്ക് കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. ഭാവന ഈ തമിഴ്നാട്ടിൽ നിന്ന് കുറെ ചില ആർട്ടിസ്റ്റോടൊക്കെ സംസാരിച്ചപ്പോഴേ അവര് കുറെ കാലം അഭിനയിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിനൊരു സായുജ്യം ലഭിക്കുന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി അമ്പലമൊക്കെ പണിയുന്നു. ഭാവനയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് ഒരു അമ്പലം പണിഞ്ഞതായ വാർത്തയുണ്ടോ? എന്റെ അറിവിലില്ല. ഇല്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ബോധം കെട്ട് ഇറവിഴുവോ? വലിയ വിശ്വാസിയാണോ ഭാവന? അത്യാവശ്യം വിശ്വാസമൊക്കെ ഉണ്ട്. ഭാവന ഇപ്പൊ വന്ന സ്ഥിതിക്ക് നമുക്ക് 1 കോടിയുടെ മത്സരം നടത്തണമല്ലോ. കാര്യം നമ്മൾ സംസാരിച്ച് കാട് കയറി, ഇനി കാടിൽ നിന്ന് ഇറങ്ങി പറ്റൂ. അപ്പൊ നമുക്ക് 3 ഹെൽപ്പ് ലൈൻ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഏതെങ്കിലും പ്രോഗ്രാമിന് പോയി, ഇവിടെ നേരത്തെ വന്നപ്പോഴും 1 കോടി കിട്ടിയില്ല. പക്ഷേ കോടി പുണ്യം കിട്ടുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. നമ്മള് ചോദ്യത്തിലേക്ക് പ്രവേശിക്കുക. റെഡിയാണല്ലോ? അപ്പൊ എവിടെയെങ്കിലും പോയിട്ട് കിട്ടിയിട്ടില്ലല്ലോ? ചോദ്യത്തിൽ സിനിമ അഭിനയിച്ചതല്ല ഞാൻ ചോദിക്കുന്നത്. ഇനിയിപ്പോ ഒരുപക്ഷെ ചരിത്രം ആവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം, അതോ ചരിത്രം തിരുത്തിയിടുമെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോട്ടോ. ഒരു കുസൃതി ചോദ്യമാണിത്. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. അച്ചാറിടാൻ ഉപയോഗിക്കുന്ന നക്ഷത്രം ഏതാണ്?
നമ്മുടെ മലയാളത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഭരണി. ഉപയോഗിക്കുന്ന നക്ഷത്രം അതാണ്. ഭരണി. പണ്ട് സീമ ചേച്ചി പറഞ്ഞേ ഉള്ളൂ. ശശി ഭരണി. ഓക്കെ, അപ്പൊ 10,000 രൂപ കിട്ടിയിരിക്കുന്നു. 10,000. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം 20,000 രൂപയുടെ ചോദ്യമാണ്. 20,000. ക്വസ്റ്റ്യൻ പ്ലീസ്. അങ്ങോട്ട് നോക്കിയാൽ വീഡിയോ കാണാം. ചോദ്യം ഇതാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങളാണ്. സത്യനന്ദിക്കാണ്ട സിനിമയാണ്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ കഥാപാത്രം എന്താണ് പറയുന്നത്? നമ്മൾ മ്യൂട്ട് ചെയ്ത ഭാഗം. ജയറാമേട്ടൻ ചോദിച്ചാൽ എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. ഈ ദിപ്പ് കണ്ടിട്ടല്ല, എന്തോ ഭാവന വളരാനുള്ള എന്തോ ഭാവന വേണം. അപ്പോഴേ അവരൊരു കുപ്പി എടുത്ത് പുള്ളിയെ തലയെ തേക്കോ വേറെ സാധനം വെച്ച് പിടിക്കുമോ എന്തോ. പിന്നെ ഇതിൽ സംയുക്ത ക്യാരക്ടറിന്റെ പേരും ഭാവന എന്നാണ്. ഭാവന എന്നാണ്. അതിനകത്ത് ഇനി നമുക്ക് 30,000 രൂപയുടെ ചോദ്യം. 30,000. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. അങ്ങോട്ട് നോക്കിയാൽ ഒരു ഇമേജ് കാണിച്ചു തരാം. ഈ ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താവുന്ന ഒരു മലയാള സിനിമയുണ്ട്. അയ്യോ, ഒന്നുകൂടെ കാണിക്കാം. ഏറ്റവും അവസാനം വെച്ച് തുടങ്ങിയാൽ ചിലപ്പോൾ എളുപ്പമായിരിക്കും. മുട്ടയാണോ കിളിക്കൂടാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. മുട്ട ഉറക്ക മുട്ടയോ? ഉറക്കമുട്ട എന്നൊരു സിനിമ വന്നിട്ടില്ല. സ്വപ്നത്തിലെ കോഴിമുട്ട. ഈ സിനിമയില് ഒരു തൃശ്ശൂർക്കാരി അഭിനയിച്ചിട്ടുണ്ട്, ഭാവന. സ്വപ്നക്കൂടാണ് സിനിമ. അപ്പം 30,000 രൂപ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. 40,000. വള്ളി ഇല്ലാത്തപ്പോൾ മരം, വള്ളി ഉള്ളപ്പോൾ ഒരു രോഗമാകുന്നു. വള്ളി ഇല്ലാത്തപ്പോൾ മരം, വള്ളി ഉള്ളപ്പോൾ രോഗം. ഒരു വായനക്കാരിയല്ലേ? വള്ളി ഇല്ലാത്തപ്പോൾ മരം, ഇല്ലാത്തപ്പോൾ വള്ളി ഉള്ളപ്പോൾ രോഗം. പനി. ഓ, എനിക്കിതിലൊരു ഭാവി ഞാൻ കാണുന്നു. ഈ ചോദ്യം ഉത്തരങ്ങൾ ഈ രംഗത്ത് നല്ലൊരു ഭാവി അതാന്ന് വന്നപ്പോഴേ എനിക്ക് തോന്നി. കാരണം 1 കോടി അടിച്ച് ഈ കട്ടയം പടം മുടക്കിയ കാര്യം പുതിയ സീസണാക്കി പോകാനുള്ള തലയിലെഴുത്തുണ്ടാവില്ല. അപ്പൊ നമുക്കിനി അടുത്ത 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 50,000. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല. ബൈ ദ ബൈ, ഭാവന ഈ മാലയും ഒന്നും ഉപയോഗിക്കാറില്ലേ? മാല ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഞാൻ കമ്മൽ സ്നേഹിക്കുക. കമ്മൽ സ്നേഹിക്കാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല. സ്കൂളുകളിലൊക്കെ ഇത് ഉപയോഗിക്കും. ഈ മാല സ്കൂളുകളിലൊക്കെ ഉപയോഗിക്കും. ഇതില്ലാതെ ഒരു സ്കൂളും നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി. അപ്പൊ ഭാഷ പഠിക്കാൻ വേണ്ടി എല്ലാം ഇതുണ്ട്. അക്ഷരമാലയാണ് ശരി ഉത്തരം. നിങ്ങൾക്ക് കറക്റ്റായിരുന്നോ? കറക്റ്റായിരുന്നു. അപ്പൊ 1,00,000 രൂപ കൈ കിട്ടി. ഇനി 60,000 രൂപയുടെ ചോദ്യം. 60,000. നാലും കൂടി ഒരു ജംഗ്ഷനിൽ ഓരോ വശത്തു നിന്നും കാള, കാറ്, ബസ്, ലോറി എന്നിവ വന്നാൽ അവിടെ എന്ത് നടക്കും? എനിക്കറിയാം. അവിടെ എന്ത് നടക്കും? കാള നടക്കും. ഇത് കുട്ടിക്കാലത്ത് കുട്ടികളോടൊക്കെ ചോദിക്കുന്ന ചോദ്യമല്ലേ? കാള നടക്കും. ബാക്കിയെല്ലാം ഓടിപ്പോത്തേ. ഓക്കെ, നമുക്ക് 60,000 രൂപ കിട്ടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 70,000. ഭാവന, LED-യിലെ ഒരു ഇമേജ് വരുന്നുണ്ട്. ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്താവുന്ന ഒരു മലയാള സിനിമ ഗാനം, ഒരു സിനിമാ പാട്ട് കിട്ടി. ഏതാ കിട്ടി? ലാസ്റ്റിൽ കൂടെ ഉണ്ട്. തുമ്പി വാ തുമ്പക്കുടം. ഒന്ന് നോക്കട്ടെ കറക്റ്റ് ആണോ നോക്കട്ടെ. തുമ്പി വാ തുമ്പക്കുടത്തിന്. ഈ വായാണോ തുമ്പക്കുടം? തുമ്പി വാ. ഒന്ന് അടക്കി ചേട്ടാ, കുറെ നേരമായിട്ട് തുറന്നു നിൽക്കുന്നു. ഭാവന ഒരുപാട് പഴയകാല ചിത്രങ്ങളെ കാണുന്ന ഒരാളാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? ഇതില് നമ്മൾ ഈ കണ്ടുപോകുന്ന വേഷങ്ങളൊക്കെ ചില സിനിമകൾ കാണുമ്പം ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ
എന്ന് ആഗ്രഹിച്ചു പോലോ. അങ്ങനെ ആഗ്രഹിച്ച ഒരു ക്യാരക്ടറോ സിനിമ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്നല്ല, എനിക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ ആ, അത് എന്ന് ആലോചിച്ചു അവർക്ക് പോകുന്നു. എന്ത് നല്ല ക്യാരക്ടേഴ്സ് അത് കുറേ ഉണ്ട്. ഇപ്പൊ ശോഭന മാം ചെയ്ത ഉർവശി ചേച്ചിയുടെ കുറെ ക്യാരക്ടേഴ്സ്, ഇപ്പൊ ഉർവശി ചേച്ചി തന്നെ മറ്റേ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീധനം, പിന്നെ കളിപ്പാട്ടം, ഓരോന്നോരോന്നോരോന്നും ഐക്കോണിക് ആണ്. ഇപ്പൊ ശോഭന മാമിന്റെ ഇന്നലെ, പിന്നെ മൺചിത്രത്താഴ്, ഓരോന്നും എടുത്ത് തേന്മാവിൻ കൊമ്പത്ത്. അപ്പൊ മൂവീസും ഐക്കോണിക് ആണ്, ക്യാരക്ടേഴ്സും ഐക്കോണിക് ആണ്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇവരൊക്കെ എന്ത് ലക്കി ആണല്ലോ, എന്തൊരു ടാലന്റഡും ആണ്. അത് പുറത്ത് കാണിക്കാനുള്ള full potential പുറത്തെടുക്കാൻ പറ്റി അല്ലേ? കിട്ടി. Opportunity കിട്ടി. അതെ അതെ അതെ, അത് ഭയങ്കരമായിട്ട് നമുക്ക് അത്രയും ഹെവി വെയിറ്റ് ആയ ക്യാരക്ടേഴ്സ് തന്നെ വരുന്നുണ്ടോ? ഇപ്പൊ അധികം അങ്ങനെ റിയലിസ്റ്റിക് ആയല്ലോ ആ, അതെ, അല്ലേ? അത്രയും കൂടി അഭിനയിച്ച് തള്ളേണ്ട കാര്യമില്ല. ആ ഭാവന ഉത്തരം ശരിയാണ്. എന്തായാലും പാട്ട് നന്നായി. അപ്പൊ 70,000 രൂപ കിടച്ച്. തമിഴ് അത്യാവശ്യം ഇപ്പൊ സംസാരിക്കാൻ പറ്റും ആ, അല്ലേ? തമിഴ് തമിഴ്, കന്നഡ, തെലുങ്ക് ഇത് അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോവോ? തെലുഗു അത്രയ്ക്ക് സംസാരിക്കില്ല, കന്നഡ കുഴപ്പമില്ല. ഭർത്താവിന്റെ ഗ്രഹത്തിലെത്തുമ്പം നവീന്റെ നവീന്റെ അച്ഛൻ നേവിയിലായിരുന്നു. അപ്പൊ തമിഴ് സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും, അങ്ങനെയൊക്കെ. അങ്ങനെ മിക്സഡ് ലാംഗ്വേജ്. മിക്സഡാ. ഓക്കെ, അടുത്ത ചോദ്യം. 2 ഴ അടുത്തടുത്ത് വരുന്ന ഒരു മലയാളം വാക്ക്. 2 കുസൃതി ചോദ്യമല്ല, ഒറിജിനൽ സംഭവമാണ്. 2 ഴ ഴ. അടുത്തടുത്ത് വരുന്ന മലയാളം വാക്ക്. ആ, മലയാളത്തിലുള്ള നമ്മുടെ ഒരു പാണ്ഡിത്യമൊക്കെ എങ്ങനെയാ? മലയാളം കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടുത്തടുത്ത് വരുന്ന ഒരു നമുക്ക് മലയാളം. വഴി മുടക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരാളെ വിളിച്ചാലോ? ആ, ഒരു ലൈഫ് ലൈൻ കക്ഷി. ഓക്കെ. ഇവിടെ ഒരു കലാകാരനുണ്ട്, നമ്മുടെ ആ പറഞ്ഞ രസലയ കുമാർ. ഓക്കെ. രസലയ കുമാർ, പ്ലീസ് കം. ഹലോ, അല്ല ഇവിടെ 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 രസലേ കുമാർ, രസൽ കൊല്ലി ഞാൻ. എന്തിനാ ഇപ്പൊ വന്നാ ഇങ്ങോട്ട്? സാർ, എന്തു പറ്റി? ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച എന്തിനാണെന്ന് അറിയാമോ? എനിക്കറിയില്ല. ഈ ഒരു നിമിഷത്തിന് വേണ്ടി. വെടിവെച്ച് കൊല്ലി ഞാൻ എന്റെ മത്സരാർത്ഥിയോട് ഏറ്റുമുട്ടിയ. സാർ ഇവിടെ എന്നെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ നിൽക്കും. രസവും ഇല്ല, ലയവും ഇല്ല. കുമാരാ, കുമാരന്റെ ജീവിതം അവസാനിക്കാറായി. ഇനി ഏറെ നാളുകളില്ല. സുഖമാണോ? സുഖമാണ്. കല്യാണം കഴിച്ചെന്നറിഞ്ഞപ്പോ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ്. ഭാര്യ പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്നോ. ഭാര്യ പറഞ്ഞല്ലേ? ഭാര്യ പറഞ്ഞു അങ്ങനെ ചെയ്തത്. ഞാനിപ്പോ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എന്ത് സഹായം? മിസ്റ്റർ രസലേ കുമാർ, ഒരു ചോദ്യം. 2 ഴ അടുത്തടുത്ത് വരുന്ന ഒരു മലയാളം വാക്കുണ്ട്. പിന്നെ അയ്യോ, രണ്ട് ഴ വരുന്ന മലയാള വാക്കുകളൊന്ന് പറയാമോ? മഴ, മഴ, വാഴ. വാഴ എന്നെയാണോ? അല്ലെ, അത് പിന്നെ പറയണ്ടല്ലോ, അത് പറയേണ്ട കാര്യമുണ്ടോ അല്ലേ? പിന്നെ തുഴ, തുഴ, കുഴ. മഴവില്ലിന് എത്ര അഴകെന്നാണ് നമ്മൾ പറയുന്നത്? 7 എന്റെ ജീവിതം ധന്യമായി. ഈ ഒരു നിമിഷം ഞാൻ മറക്കില്ല ബോസ്. ഞാൻ എന്നും അങ്ങയോട് ഒരു കാര്യം ചെയ്യും രസലേ കുമാർ, ഒരിക്കൽ കൂടി ഭാവനെ കണ്ടിട്ട് സന്തോഷമായി മടങ്ങിക്കോളൂ. ആ പാട്ടൊന്നും കൂടെ ഇടുവോ? എന്റെ അമ്മോ, അത് കുറച്ച് കടന്ന കൈയായി. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 80,000 രൂപ. അപ്പൊ നമ്മൾ ഇനി അടുത്ത 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്ന. ക്വസ്റ്റ്യൻ പ്ലീസ്. ബാബന പാട്ടിഷ്ടമുള്ള ഒരാളല്ലേ, ഒരു ഓഡിയോ കേൾപ്പിച്ചിടാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. പ്ലേ. എന്റെ ചോദ്യം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്വിസിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെത്ര സൈന്യം ഉണ്ടായിരുന്നു? അതാണോ ചോദ്യം? ഞാനിത് ഏത് പാട്ടാണ്? ഭാവന ഞാൻ നോക്കി നന്നായിട്ട് എൻജോയ് നിൽക്കുക. എണ്ണി കാണുമല്ലോ സൈന. ഇതൊരു വല്ലാത്ത ചോദ്യം. അപ്പൊ അതല്ല ചോദ്യം, അതല്ല ഒറിജിനൽ ചോദ്യം ഇടാം. ഇതിന്റെ ബീജിയം കേട്ടല്ലോ. ഈ പാട്ടിന്റെ വരികൾ ഭാവനയ്ക്ക് ഓർമ്മയുണ്ടോ? ഏതാണത്? ഡാൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ സ്റ്റേജില്? ഇത് ചതിക്കാത്ത ചന്തുല സോങ് ആണ്. അതെ. അപ്പൊ അത് ഫുൾ ഡാൻസിങ് സോങ് ആണത്. പാടി പറഞ്ഞു. അതായിരിക്കും ഞാനും വരട്ടെ ആടുമേക്കാൻ കാടിനുള്ളിൽ, പോരു പുന്നാരേ പോരു പുന്നാരേ മാമ്പു പൂക്കും മാസമല്ലേ. ഓക്കെ, ഉത്തരം ശരിയാണ്. ഞാനും വരട്ടെ. 1 ലക്ഷം രൂപയായി.
ചില ഈ കാട്ടുമൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. അവർ 2-3 ദിവസത്തേക്ക് എന്തെങ്കിലും പിടിച്ച് ഭക്ഷിച്ചിട്ട് പിന്നെ അങ്ങ് അവർ റെസ്റ്റ് എടുക്കും. പിന്നെ 3 ദിവസത്തേക്ക് കയറിയൊന്നും വേണ്ട. അതിൽ കുറച്ചധികം പൈസ കിട്ടിയ ഭാവന വിശ്രമിക്കുമോ? എനിക്ക് നല്ല മടിയുള്ള ആളാണ്. നല്ല മടിയാണ്. ഞാൻ വെറുതെ വീട്ടിലിരിക്കുക, സീരീസ് കാണുക, മൂവീസ് കാണുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് കോടീശ്വരിയായാൽ പിന്നെ ഫുൾ വിശ്രമാവൂ. പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും കേട്ടോ. പക്ഷെ എന്നാലും മടിയും ഉണ്ട്. എല്ലാം കൂടി ഒരു മിക്സ് ആണ്. ഇനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനി ഒരിക്കലും ഒന്നിനും സാക്ഷിയാകാൻ കഴിയാത്ത സാക്ഷി ആരാണ്? ഇനി ഒരിക്കലും ഒന്നിനും സാക്ഷിയാകാൻ കഴിയാത്ത സാക്ഷി, അങ്ങനെ ഒരു സാക്ഷിയുണ്ട്. മരിച്ച സാക്ഷിയാണ്. അതിനൊരു പേരുണ്ടല്ലോ. മരിച്ച സാക്ഷിക്ക് മോഹൻലാൽ പണ്ടൊരു സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അവർക്ക് മനസ്സിലായി കേട്ടോ. മനസ്സിലായോ? അയ്യോ പറയല്ലേ 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 പറയല്ലേ, കോപ്പി അടിച്ചോന്ന് പറയാ ആൾക്കാർ. 2 ലക്ഷത്തിന്റെ പകുതി തരാം എന്നൊക്കെ. മരിച്ച സാക്ഷിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എന്താ വാക്ക്. കുട്ടേട്ടനോടൊന്ന് ചോദിച്ചല്ലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ കുട്ടേട്ടനല്ലേ നമ്മുടെ ഒരു ഹെൽപ്പ് ലൈൻ? മതി. കുട്ടേട്ടാ. യെസ് ബോസ്. പറയൂ. ഭാവന, ആദ്യം 2 ക്ലൂ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ആൻസർ പറയാൻ സാധിച്ചില്ലെങ്കിൽ ഉത്തരം പറഞ്ഞു തരാം. മുരുകൻ കാട്ടാക്കട എന്ന കവി അദ്ദേഹത്തിന്റെ ഒരു കവിതയ്ക്ക് ഈ പേര് നൽകിയിട്ടുണ്ട്. 2 വേണുനാഗവള്ളി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രത്തിനും ഇതുകൂടി ചേർന്നിട്ടുള്ള പേരാണ്. ആ പേരിൽ സിന്ദാബാദ് എന്ന് കട്ട് ചെയ്താൽ ഉത്തരമാകും. ഇനിയും കിട്ടിയില്ലെങ്കിൽ ആൻസർ പറഞ്ഞു തരാം. രക്തസാക്ഷി. അതിലെ കറക്റ്റ് ആയിരുന്നോ? ഒരിക്കലും ഒന്നിനും സാക്ഷിയാകാൻ കഴിയാത്ത സാക്ഷി എന്നാണ് ചോദിച്ചിരുന്നത്. കാര്യം കാഞ്ഞുപോയി. അത് ഞാൻ മരിച്ച സാക്ഷി എന്ന് പറഞ്ഞു. അത് അത്രയും പോരാ. രക്തം ചോരയിൽ മുക്കി പറയണം അത്. ഓക്കെ, എന്തായാലും 2 ലക്ഷം രൂപ. താങ്ക് യു കുട്ടേട്ടാ. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം 3 lakhs. വട്ടത്തിൽ ഓടാൻ കഴിയുന്നതും എന്നാൽ നീളത്തിൽ ഓടാൻ കഴിയാത്തതുമായ സാധനം ഏതാണ്? വട്ടത്തിൽ ഓടാൻ കഴിയുന്നതും എന്നാൽ നീളത്തിൽ ഓടാൻ കഴിയാത്തതുമായ സാധനം. ടയറോ? അല്ല, ടയറുമാണ്. പക്ഷെ ടയറും അല്ലേ അങ്ങനെ വട്ടത്തിൽ ഓടാനും നീളത്തിൽ ഓടാനും പറ്റത്? ടയർ എന്നുള്ള ഉത്തരം നിങ്ങൾ പരിഗണിക്കേണ്ടതാണ്. വട്ടത്തിൽ ഓടാൻ കഴിയും. സമയം 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 എന്ന് വെച്ചാ സൂചി, ക്ലോക്കിലെ സൂചി. വട്ടത്തിലോടും ക്ലോക്കിലെ സൂചി. അപ്പോ നമ്മളിനി 5 lakhs. 5 lakhs. ഓക്കെ. കൈസാ ഹിന്ദി? കൈസാ ഹെ ഹിന്ദി? नहीं मालूम. नहीं मालूम. ഓക്കെ, നമ്മുടെ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ GK ആണ്. 50ാമത് G7 ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഗ്രൂപ്പ് 7 രാജ്യങ്ങളുടെ സംഘടനയാണത്. ഈ ഉച്ചകോടി എവിടെ നടന്നു? ഏത് രാജ്യത്ത് വെച്ച് നടന്നു? G7 ഉച്ചകോടി. ഒരു സഹായം കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ BC രാജു, തോറ്റ പാർട്ടി. ഹലോ, പ്ലീസ് കണക്ട് മീ ടു PC രാജു. ഹലോ, നമസ്കാരം PC രാജു. ഹലോ, നമസ്കാരം സാർ. രാജു കൈസാ ഹേ? സുഖമായിട്ടിരിക്കുന്നു സാർ. ഹിന്ദി അറിയത്തില്ലല്ലേ? പോട്ടെ, ഞാൻ മലയാളത്തിൽ പറയാം. നമ്മുടെ ചോദ്യം ഇതാണ്: 50ാമത് G7 ഉച്ചകോടി രാജ്യങ്ങളുടെ മീറ്റിംഗ് നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? സാർ, ആരാണ് ഗസ്റ്റ്? ഭാവന. ഓ സാർ, ഇനി ചോദ്യം പറയണം സാർ. എളുപ്പം പറയായിരുന്നല്ലേ? ഓക്കെ. ഭാവന ഇഷ്ടമാണോന്നോ? ഭാര്യ കേൾക്കണ്ട. ഇഷ്ടമാണ് സാർ. ഓക്കെ. 50ാമത് G7 ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണെന്നാണ് ചോദ്യം. അയ്യോ, ഇതിന്റെ ഉത്തരം അറിയില്ല. ഇല്ല, അറിയാഞ്ഞിട്ടല്ലേ ചോദിച്ചത്. ആദ്യത്തെ ക്ലൂ, നമ്മളുടെ ഒരു പ്രഭാത ഭക്ഷണമുണ്ട്. ചമ്മന്തിയും സാമ്പാറും ഒക്കെ ചേർത്ത് കഴിക്കുന്ന ഒരു പ്രഭാത ഭക്ഷണത്തിനോട് സാമ്യമുണ്ട് ഈ രാജ്യത്തിന്റെ പേരിന്. ചമ്മന്തിയും സാമ്പാറും ഒക്കെ. ഇറ്റലി. ഭക്ഷണത്തിന്റെ കാര്യം കിട്ടി. ഭക്ഷണം വന്ന കഴിഞ്ഞല്ലേ? അപ്പൊ എനിക്കൊന്ന് ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ആരെങ്കിലും നല്ല സാധനമായിട്ട് വന്നു കഴിഞ്ഞാല് അപ്പോഴേ വെടി തീരുമല്ലോ അല്ലേ? 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 10 lakhs. ഒരു പ്രശസ്ത പൂച്ചക്കവിയത്തിലൂടെയുള്ള ചോദ്യമാണ്. എറണാകുളം മഹാരാജാസ് കോളേജിൽ KR ഗൗരിയമ്മയുടെ അധ്യാപകനായിരുന്ന മലയാള കവി ആരാണ്? ക്ലൂ വേണം.
പൂച്ച 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 പൂച്ച. ഇനി ക്ലൂ ഇല്ല. 10 ലക്ഷത്തിന് ക്ലൂ ഇല്ല. എല്ലാം കഴിഞ്ഞു. 3 കഴിഞ്ഞു. എന്നെ ഔട്ടാക്കാനുള്ള ചോദ്യം തന്നെ. അല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു കവിയത്രിക്ക് അറിയാവുന്നതാണ്. മലയാള കവി. ആ ONV കുറുപ്പാണോ? അല്ല 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 അല്ല. ഇനി തെറ്റ് പറയരുത്. തെറ്റ് പറഞ്ഞാൽ പൈസ പോവും, കിട്ടിയ പൈസയുടെ പോവും. ഒരു ചാൻസ് കൂടിയല്ലോ. ഇപ്പോഴത്തെ എങ്ങനെയാണെന്നറിയോ ഭാവന? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാവന തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പോകുന്നത് ഒരു 50,000 രൂപ കിട്ടും. 5 ലക്ഷത്തിന് 10%. അതേസമയം വിജയിച്ചു കഴിഞ്ഞാലോ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ 20 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. 20 ലക്ഷം. നമ്മൾ പിന്മാറിയാലോ നമുക്ക് 2 ലക്ഷം രൂപ കിട്ടും. തെറ്റുത്തരം പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ പൈസയോടെ പോവും. അപ്പൊ ഇതിന് ക്ലൂ ഇല്ല. നോ ക്ലൂ. ക്ലൂ ഇല്ല. ലൈഫ് ലൈനും കഴിഞ്ഞു. നോ ക്ലൂ. നോ കുട്ടേട്ടൻ. പിന്നെ തകർന്നു നിന്ന മനുഷ്യല്ലേ രസലയ കുമാർ, അയാളൊന്നുമില്ല. അയാളാ പോക്ക് പോയി. മിക്കവാറും അയാളെ മൂക്കിടിച്ച് എവിടെയും വീണ് കാണും പോയ പോക്ക്. കുട്ടേട്ടനും ഇല്ല. കുട്ടേട്ടൻ ഇല്ല. മലയാള കവി ആരായിരുന്നു? പ്രയാസം അല്ലേ? എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ ക്ലൂ തരാം. ഇല്ലെങ്കിൽ താലത്തിലെടുത്ത് നമ്മൾ പിന്മാറും അല്ലേ? അപ്പൊ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? പിൻവാങ്ങാം. ഓക്കെ, അപ്പോ ഭാവന, താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. കുറ്റിപ്പുറത്ത് കേശവൻ നായരായിരുന്നു. ഒരു കാലത്ത് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ഒരു സാധ്യത. അങ്ങനെ കവിയെ കേട്ടിട്ടുണ്ടോ? പഴയകാല കവിയാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. മാത്രമല്ല ഈ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇങ്ങനെയൊക്കെ ചില അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള അതേ അവിടെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ക്ലാസ്സിലൊരു കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുക സാറ് രമണൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു, ഈ കവിത എഴുതിയത് ഇവിടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. സർവകലാശാല ആലോചിച്ച് ഒരാൾ കിട്ടുന്ന ജീവിതത്തിലെ ഈ ഇരിക്കുന്ന കൃഷ്ണപിള്ളയാണ് ഈ കവിത എഴുതിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയ കവിത അദ്ദേഹം തന്നെ പഠിച്ചു ഡിഗ്രിക്ക്. മാത്രമല്ല അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കവിത പോസ്റ്റ് ഗ്രാജുവേഷന് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. ഇനി പ്രേക്ഷകർക്കുള്ള സ്വർണ്ണ സമ്മാനം ആരംഭിക്കുന്നു. ആദ്യം വേദിയിലേക്ക് വരുന്നു കൊല്ലത്തുനിന്ന് രഞ്ജിത്ത്. ഈ സമ്മാനം നമുക്ക് നൽകുന്നത് ആരാണെന്ന് അറിയണ്ടേ? നക്ഷത്ര ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് എറണാകുളം. ആദ്യം രഞ്ജിത്ത് വേദിയിലേക്ക്. രഞ്ജിത്ത് പ്ലീസ് കം. സ്വർണ്ണ കോയിൻ വാങ്ങാൻ വേദിയിലേക്ക് വരുന്നു കോട്ടയത്ത് നിന്ന് സിറിലാൽ. സിറിലാൽ പ്ലീസ് കം. സ്വർണ്ണ കോയിൻ വാങ്ങാൻ ഇനി വേദിയിൽ വരുന്നു ഇടുക്കിയിൽ നിന്ന് ആശാമോൾ. ആശാമോളെ വരൂ. ആശാമോൾ അവിടെ ഇരുന്ന് ഉത്തരവൊക്കെ പറയുന്നത് അങ്ങള് കേട്ടാ. ആശാമോൾ ഭവന ഇങ്ങോട്ട് വന്നാലേ നമുക്കൊരു 2.5 ലക്ഷം രൂപ ചെക്കും പിന്നെ അതിന് വേൾഡിലൊരു ഭാരം വെച്ചൊരു സർട്ടിഫിക്കറ്റും ഒക്കെ. ഓക്കെ, റെഡി? ലാവ് പ്ലീസ്. 2.5 ലക്ഷം രൂപ മനസ്സിലോട് ചിരിച്ചോളൂ. നന്നായിരിക്കുന്നു, വിജ്ഞാനപ്രദമായി ചിരിയായി. ഇനി ഇതുവഴി ഇങ്ങ് പോയാൽ നമുക്ക് അടുത്ത ലൊക്കേഷനിലെത്താം. താങ്ക് യു. നമുക്ക് ഇനി കാണാം. ജിദ്ദയിലോ റിയാദിലോ എവിടെയെങ്കിലും വെച്ച് കാണാം. താങ്ക് യു. നല്ല ഭക്ഷണവും കഴിച്ച് ഭാവന ചിറക് വിരിച്ചപ്പോൾ കുറേ നന്നായി സംസാരിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഭക്ഷണത്തെക്കുറിച്ച് ഭാവന നന്നായിട്ട് സംസാരിച്ചു. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞ് നമ്മൾ കാണാതെ പോരുത്, വർക്കൗട്ട്. അപ്പോൾ നന്നായിട്ട് കഴിക്കുക. ഓക്കെ, മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9:30 മണിക്ക്. താങ്ക് യു. ഗുഡ് ബൈ.